യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. ഹരിഹി ഓം ഹരിഹി ഓം. എല്ലാവരും കൈകോർത്ത് മടിയിൽ വെച്ച് വിഷമമില്ലാത്ത തരത്തിൽ നിവർന്നിരുന്ന് കണ്ണടച്ച് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കൂ. വലിയ ഒരു തപസ്സായി നടക്കട്ടെ. ഓ ഹരി ഓം തസ്. 28ാമത്തെ അധ്യായം ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം. അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് 5ാമത്തെ ശ്ലോകമാണ്. ആ 5ാമത്തെ ശ്ലോകത്തിൽ ആദ്യമേ മുതൽക്ക് കൃഷ്ണൻ തുടങ്ങിയത് മറ്റുള്ളവരിൽ കാണുന്ന സ്വഭാവത്തെയും പ്രകടന വിശേഷങ്ങളെയും അനാവശ്യമായി നിന്ദിക്കേണ്ട, അനാവശ്യമായി സ്തുതിക്കുകയും വേണ്ട. പ്രകൃതി, ആ പ്രകൃതിയുടെ സന്തതിയാണല്ലോ ലോകം. ഇത് വാസ്തവത്തിൽ എല്ലാ വിധത്തിലും ഒരു കടുത്ത സങ്കീർണമാണിത്. സങ്കീർണം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ്. കോംപ്ലക്സിറ്റി ഈസ് ദ വെരി കണ്ടന്റ് ആൻഡ് കോർ ഓഫ് നേച്ചർ. പ്രകൃതി എന്ന് പറഞ്ഞാൽ സങ്കീർണതയുടെ മൂർത്തിമത് ഭാവമാണ്. ആ സങ്കീർണമാകണമെങ്കിൽ പലതരത്തിലുള്ള വൈവിധ്യങ്ങളും അതിലുണ്ടാവണം. അതിൽ നല്ല സ്വഭാവത്തിൽ നിന്ന് പൊട്ട സ്വഭാവം അങ്ങേയറ്റം ഇങ്ങേയറ്റം വരെ കാണും. ഞാൻ സാധാരണ ഒരു ഫോർമുല പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മനുഷ്യരാശി ഭൂമുഖത്തുള്ള ഒരു ജീവവർഗമാണ്. ആ ജീവിവർഗമല്ലാതെ എത്രയോ അധികം ജീവിവർഗങ്ങൾ ഇതേ ഭൂതലത്തിലുണ്ട്. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ പറ്റില്ല. അവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തിരിക്കൂ. ലെക്ചർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. നിങ്ങൾക്ക് തിരിച്ച് നാണാവണില്ലാവോ? ഇങ്ങനെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇതാ പിന്നെയും വരുന്നു ഒരാൾ. അപ്പം അവിടെ ഇരുന്നാൽ എന്താ? ഇനി വരാനുള്ളവരാരൊക്കെയാ? എൻ്റെ അപ്പോ, നമ്മുടെ ധർമ്മസേവകന്മാരാരും ഇല്ലേ അവിടെ? അവരോടൊന്ന് തടുത്തു നിർത്തി മയത്തിൽ പറയുമെന്ന് അവിടെ ഇരിക്കാൻ. എന്താ നിങ്ങൾക്കൊരു സദാചാരനിഷ്ഠ മനസ്സിലാവാത്തത്? ഒരു സദസ്സ് അച്ചടക്കത്തോടു കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്, ഒരു പ്രവക്താവ് സംസാരിക്കണു. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ തലങ്ങും വിലങ്ങും പോണോ? മനുഷ്യരാശി അല്ലാതെ എത്ര കണ്ട് ജീവരാശികളുണ്ട് ഈ ഭൂതലത്തിൽ. അവരുടെ എല്ലാവരുടെയും സ്വഭാവം ഓരോ തരത്തിലാണ്. അണ്ണാൻ ഒരു തരം, പുലി ഒരു തരം, സിംഹം ഒരു തരം,
കരടി വേറെ ഒരു തരം, ആമ ഒരു തരം, മത്സ്യം ഒരു തരം, പാമ്പ് വേറെ ഒരു തരം. ഇങ്ങനെ ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. അത് മനുഷ്യേതര ജീവരാശികളിലാണെങ്കിൽ ആ സ്വഭാവത്തിന് ഒരു മാറ്റം നാം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. മാറ്റം പ്രതീക്ഷിക്കുന്നില്ല നാം. എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രകൃതി എന്നുണ്ടെങ്കിൽ അത് മനുഷ്യനിൽ മാത്രമാണ്. ഇപ്പോൾ പുലിയുടെ സ്വഭാവം മാറിക്കാണുമെന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. അണ്ണാറക്കണ്ണൻ അതിൻ്റെ സ്വഭാവം മാറുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പാമ്പ് തവളയെ പിടിക്കണു, പഴയ കാലത്തും പിടിച്ചു, ഈ കാലത്തും പിടിക്കുന്നുണ്ട്. പാമ്പേ, നീ ഈ തവളയെ പിടിക്കണത് ശരിയല്ല എന്ന് പറഞ്ഞ് വടിയും കൊണ്ട് എല്ലാവരും പാമ്പിൻ്റെ ഇര മുടക്കാറില്ല. തവള പാമ്പിൻ്റെ വയറ്റിൽ പെടും, വായിൽ പെടും, എന്നിട്ട് ബാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇതിലെയൊക്കെ വഴി നടക്കുമ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ചും ഈ ശബ്ദം എപ്പോഴും കേൾക്കും. എന്നെ ദാർശനിക മാർഗത്തിൽ ചിന്തിപ്പിക്കുന്നതിന് ഒരു കാരണം ഈ പാമ്പിൻ്റെ വായിൽപ്പെട്ട തവളയുടെ സ്വരമാണ്, ദീനസ്വരമാണ്. എൻ്റെ കൂട്ടത്തിലുള്ള ചിലര് ആ പാമ്പിനെ ഒന്ന് തല്ലാനോ പേടിപ്പിക്കാനോ നോക്കി ആ തവളയെ വിടിയിപ്പിക്കും. പക്ഷെ ഈ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി അത് ചെയ്യാൻ ഒരിക്കലും മുതിർന്നിട്ടില്ല. എന്താ കാരണം? ഒരു തവളയെ ഞാൻ വിടിയിച്ചാൽ ആ തവള ഒരു പക്ഷേ പകുതി ചെത്തിട്ടുണ്ടാവും, പിന്നെ രക്ഷപ്പെടുമെന്നുള്ള കാര്യം സംശയം. ആ പാമ്പിനുള്ള ഇര നിഷേധിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയി വിടിയിപ്പിച്ചത് കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമാവുമോ, ഇത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ചെറിയ കുട്ടിയുടെ മനസ്സിൽ. അപ്പൊ ബാക്കി ഒന്നിൻ്റെയും സ്വഭാവത്തില് ഒരു മാറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ മനുഷ്യന്റെ സ്വഭാവത്തിലോ കാര്യമായ മാറ്റം എപ്പോഴും നാം വരുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ സ്വഭാവം വേണ്ടതുപോലെ നിയന്ത്രിച്ചില്ല, അതിനെ നിയമനം ചെയ്ത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ജനരാശി മുഴുവനും, ഒരു സിവിലൈസേഷൻ, ഒരു സഭ്യത മുഴുവനും നശിച്ചേക്കും. പറയണത് കേൾക്കുന്നത് റോമൻ സിവിലൈസേഷൻ, റോമൻ സാമ്രാജ്യമുണ്ടല്ലോ, റോമൻ സഭ്യത, അത് കംപ്ലീറ്റ് ആയിട്ട് നാമാവശേഷമാവാൻ കാരണം ദാരിദ്ര്യമല്ല, പണത്തിൻ്റെ കുറവല്ല. ആ റോമൻ സിവിലൈസേഷൻ ഉണ്ടല്ലോ, സഭ്യത, അത് നശിച്ചതിനുള്ള കാരണം ധാർമ്മികമായിരിക്കുന്ന അധപ്പതനമാണ്. നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം നമുക്ക് ആവശ്യമാണ് ശാരീരികമായിട്ടുള്ള ഭദ്രതയ്ക്ക്. രോഗങ്ങൾ ഉണ്ടാവരുത്, പ്രതിരോധ ശക്തി വേണം. ഇപ്പോൾ സ്വൈൻ ഫ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൂ ഇവിടെ വന്നു, പല സ്ഥലത്തും മുടക്കി. ഞങ്ങൾ രണ്ട് തവണ പൂനെക്ക് പോകാൻ പോയപ്പോൾ 2 തവണയും അവർ മുടക്കുണ്ടായി. നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞിട്ട് പ്ലെയിനിലെ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തു. എന്താ കാരണം? സ്വൈൻ ഫ്ലൂ എന്നും പറഞ്ഞു. അപ്പം ഞാനൊരു ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്വാമിജി, ഇവരെന്തൊക്കെ പറഞ്ഞാലും ഇതിന് പ്രതിരോധമായിട്ടുള്ള ഒരു ശക്തിയും കുത്തുവയ്പും ഒന്നുമില്ല. കുറച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരം തന്നെത്താനെ ഈ വന്നിലുള്ള ആക്രമത്തിന് ഒരു പ്രതിരോധ ശക്തി സ്വയം സൃഷ്ടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്വൈൻ ഫ്ലൂ ഇവിടെ വരില്ല എന്ന്. അപ്പം നമുക്ക് ശരീരത്തിന് ഒരു പ്രതിരോധ ശക്തിയുണ്ട്. ആ പ്രതിരോധ ശക്തി പോയാൽ ശരീരം നശിച്ചു പോവും. അപ്പം ശരീരത്തിന് നല്ല പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അതുമാതിരി നമ്മുടെ മനസ്സിനും പ്രതിരോധ ശക്തി വേണം. ഇപ്പൊ പ്രതിരോധ ശക്തി ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ ഗാങ് റേപ്പൊക്കെ ഡൽഹിയിൽ നടന്ന് വലിയ കോലാഹലമായിരിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അനർഹമായിട്ടുള്ളത്, അപകടകരമായിട്ടുള്ള ചില വികാരങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. ആ വികാരം വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഉൾബലം കൊണ്ട് അതിനെ തടുത്തു നിർത്താൻ നമുക്ക് സാധിക്കണം. ശങ്കരാചാര്യര് പറയാണ് വിവേക ചൂടാമണിയിൽ, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, അത്യന്ത കാമുകസ്യാവി വൃത്തി കുണ്ഠതി മാതരി. വളരെ കാമുകനാണ്, ഉത്കടമായ കാമവൃത്തി ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ആ സമയത്ത് അമ്മയെ കണ്ടാൽ ആ കാമവൃത്തി തന്നെത്താനെ ഒതുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അമ്മയുടെ നേരെ അത് പ്രകടമാവില്ല എന്ന്. അതുപോലെയാണത്രേ ഈ ഈശ്വര സ്മരണ, ആത്മസ്മരണം. തഥൈവ ബ്രഹ്മണി ജ്ഞാതേ പൂർണ്ണാനന്ദേ മനീഷിണഃ. പൂർണ്ണാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ വേണ്ടതുപോലെ അറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രകൃത്യാ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ ഉപശമിക്കുന്നു. അപ്പൊ എത്ര ഉത്കടമായ കാമവൃത്തിയും അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രകടമാകാതെ ഇരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വികാര വിക്ഷോഭങ്ങളെല്ലാം തന്നെ പ്രകടമാവില്ല. നമുക്ക് വേണ്ടത്ര വിശേഷ ബുദ്ധി, ഞാൻ മനുഷ്യനാണെന്ന്. ഇപ്പൊ അച്ഛനമ്മമാര് കുട്ടികളെ വളരെയധികം ദേഷ്യപ്പെടും, ചിലപ്പോൾ ഒന്ന് തല്ലിന്നൊക്കെ വരാം. അമേരിക്കയിലാവുമ്പോൾ തുടരുതെന്നാണ് നിശ്ചയം. ആദ്യമായിട്ട് അവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? പോലീസിന്റെ നമ്പറാ. കിൻഡർ ഗാർട്ടനിൽ പഠിക്കുന്ന കുട്ടികൾക്കടക്കം എന്തെങ്കിലും നിങ്ങൾക്ക് കുടുംബത്തിൽ വിഷമുണ്ടായി വല്ലവരും ആക്രമിക്കാനോ അടിക്കാനോ വന്നാൽ ഉടനെ ഡയൽ ചെയ്തോളൂ പോലീസ് നമ്പർ എന്ന് പറഞ്ഞ് പോലീസിന് ഡയൽ ചെയ്യാനാ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഡയൽ ചെയ്താൽ
3-4 മിനിറ്റിനുള്ളിൽ പോലീസ് വന്നു കഴിഞ്ഞിരിക്കും അവിടെ. ഒരൊറ്റ ആൾക്ക് കുട്ടിയെ തല്ലാൻ പറ്റില്ല, സാധിക്കില്ല അവിടെ. അതുമാതിരി ഭാര്യയെ പിടിച്ച് തല്ലുന്ന ഭർത്താക്കന്മാര് ഒറ്റ തല്ലേ തല്ലുള്ളൂ, ഭാര്യ ഡയൽ ചെയ്താൽ ജയിലിലേക്ക് പിന്നെ പോക്ക്. ഈ ഇന്ത്യയിൽ മാത്രമേ എന്തു ആവാം എന്നുള്ള നിലയുള്ളൂ. എന്താ കഥ? നമ്മുടെ ആശ്രമത്തിൽ പല റിപ്പോർട്ടുകൾ ഇങ്ങനെ വരേ, ഓരോരുത്തർ വിളിച്ച് ചോദിക്കും എന്താ വേണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, മനുഷ്യനിലാണ് ഈ വ്യത്യാസം മുഴുവൻ നമുക്ക് വരേണ്ടത്. ബാക്കിയുള്ള ജീവികളിൽ നമ്മൾ ഒരു സ്വഭാവ വ്യത്യാസവും കാണുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. മനുഷ്യനിലാകട്ടെ ദുഷ്ടബുദ്ധിയാണെങ്കിൽ അയാൾ ശിഷ്ടബുദ്ധിയാവണം, ശിഷ്ടബുദ്ധിയാണെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകണം. അതിന് ആന്തരമായിട്ടുള്ള ഈ സഭ്യത, അതിനാണ് ശരിക്കുള്ള സിവിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം ഭക്ഷണം കൊണ്ടും കാറ്റുകൊണ്ടും വെള്ളം കൊണ്ടും ജീവിക്കുന്നതാണ്. മനസ്സാകട്ടെ നല്ല നല്ല വിചാരം കൊണ്ട്, നല്ല നല്ല ഭാവം കൊണ്ട്, വികാരം കൊണ്ട്. ബുദ്ധിയാണെങ്കിൽ വീണ്ടും വിചാരത്തോടു കൂടിയുള്ള ആലോചനയോട് കൂടിയിട്ടാണ് മനസ്സും ബുദ്ധിയും നിലനിൽക്കുന്നത്. എപ്പോഴാണോ ഈ ധാർമ്മിക മൂല്യങ്ങൾ നശിച്ചു പോകുന്നത്, നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഇടപഴകുന്നതിലും എല്ലാം തന്നെ മൂല്യങ്ങൾക്ക് സ്ഥാനമില്ലാതെ പോകുന്നത്, അപ്പം ആ സമുദായം നശിക്കും എന്നുള്ളത് തീരുമാനിച്ചോളൂ. നമ്മുടെ റോമൻ സാമ്രാജ്യം നശിച്ചു പോയത് അങ്ങനെയാണെന്നാണ് ജനങ്ങളോ ചരിത്രമോ പറയുന്നത്. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അന്യജനങ്ങളുടെ കുറ്റങ്ങളും കുറകളും അല്ല നമ്മൾ പറയേണ്ടത്. നേരെ മറിച്ച് അവനവന്റെ കുറ്റവും കുറയും കണ്ടുപിടിച്ച് അത് നീക്കം ചെയ്യാനുള്ള ഒരു പ്രയത്നം ധാരാളം വേണം. അനവരതം ഇടമുറിയാതെ പ്രയത്നിക്കണം. ഇതാണ് ആവശ്യം. അങ്ങനെ ബാക്കിയുള്ളവരുടെ സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും ദുഷിക്കുന്ന സ്വഭാവം നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തു വേണം? അതാണ് ഇവിടെ പറയുന്നത്. വിശ്വമേകാത്മകം പശ്യന്നാ പറയാം. എല്ലാം കൂടി ഇവിടെ ഒരൊറ്റ വിശ്വാത്മാവ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പരിലസനമാണ്, പ്രകടനമാണ്, അതിൻ്റെ വിസ്തൃതമായിരിക്കുന്ന പ്രകടനമാണ് ഈ ലോകം മുഴുവനും എന്ന് മനസ്സിലാക്കി ഒന്നിനോടും പാപികമായിരിക്കുന്ന ഒരു വീക്ഷണമില്ലാതെ, പക്ഷഭേദമില്ലാതെ കഴിയൂ. അവനവന്റെ മനസ്സിൽ സമഭാവം ധാരാളം അങ്കുരിക്കട്ടെ എന്ന്. അതിന് അദ്ദേഹം പറയുകയാണ്, ആ ആത്മൈവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭു ത്രായതേ ത്രാതി വിശ്വാത്മാ ഹ്രിയതേ ഹരതീശ്വര. എന്തൊക്കെ പറഞ്ഞാലും ശ്രീമദ് ഭാഗവതം ഒരു ഭക്തിഗ്രന്ഥമാണ്, ഭക്തിശാസ്ത്രമാണ്. ആ ഭക്തിയിൽ പരമാവധി മുൻതൂക്കം ഭഗവാനാണ്. ആ ഭഗവാനോട് നമുക്ക് തോന്നുന്ന ഭക്തി വളർത്തിയെടുക്കുക എന്നതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരേ ഒരു ഉദ്ദേശവും ലക്ഷ്യവും. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ സംവാദങ്ങളും അവതരണങ്ങളും ചർച്ചകളും പ്രതിപാദനങ്ങളും എല്ലാം തന്നെ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ പറയുന്നു, ആ ആത്മൈവ തദിദം വിശ്വം. ഇതം വിശ്വം, ഈ കാണുന്ന ലോകം മുഴുവനും ആ ആത്മാ ഏവ, ഒറ്റ ആത്മാവാണ്. ഇവിടെ ഈശ്വരനാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആത്മാവാണ്. ഒരേ ഒരു ആത്മാവാണ്. നിങ്ങളുടെ വലത്തെ കൈയിലും നിങ്ങൾ തന്നെ, ഇടത്തെ കൈയിലും നിങ്ങൾ തന്നെ. നമ്മുടെ കൈയെങ്ങാനും ഇങ്ങനെ മാറ്റുമ്പോൾ കയ്യിന്റെ നഖം കൊണ്ട് കൃഷ്ണമണിയോ എങ്ങാണ്ട് കോറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ കുറ്റം പറയും? കയ്യിനെ മുറിച്ചു മാറ്റുമോ? എടോ കയ്യേ, താൻ എന്താണോ എൻ്റെ കണ്ണിന് അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? അതുമാതിരി സമാജം മുഴുവനും ഒരൊറ്റ വ്യക്തിയാ. അതിൽ ഏതെങ്കിലും ഒരംഗം തെറ്റായി പെരുമാറി വേറെ ഒരു അംഗം അതിന് ഇരയായി. ഇതൊക്കെ ഞാൻ തന്നെത്താന് ചെയ്തതാണെന്ന് വിചാരിച്ച് ആ ആത്മബുദ്ധിയോടുകൂടി നമ്മുടെ മനസ്സിൽ തോന്നുന്ന ക്ഷോഭങ്ങളെയെല്ലാം ഒതുക്കി മെരുക്കി സമീകൃതമാക്കി എടുത്ത് സാന്ത്വനപ്പെടുത്തി സംശാന്തമായി തീരണം. ഇതാണ് നമുക്ക് ആവശ്യം. ഇത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അഭ്യാസം കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ല. തണ്ടുലസ്യ യഥാ ചർമ്മ യഥാ താമ്രസ്യ കാലിമ നശ്യതി ക്രിയയാ പുത്ര പുരുഷസ്യ തഥാ മലഃ. ശ്രീരാമനോട് വസിഷ്ഠൻ പറയാണ്, തണ്ടുലസ്യ യഥാ ചർമ്മ. നമ്മൾ നെല്ല് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. കൃഷിസ്ഥലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കറ്റയാണ്. ആ കറ്റ മെതിച്ച് നെല്ലുണ്ടാക്കണു. അത് വേണ്ടതുപോലെ കാറ്റത്തൊക്കെ ഇട്ട് വീശി അതിൻ്റെ ചണ്ടൊക്കെ മാറ്റി അവസാനം നെല്ലായി പൊലി അളന്ന് ഉടമസ്ഥന് കിട്ടണു. ആ നെല്ലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ആവശ്യം എന്താ? അരിയാണ്, നെല്ലിൻ്റെ ഉള്ളിലുള്ളതാ. അതൊഴിച്ച് ബാക്കിയൊക്കെ അത് വളരാൻ സഹായിക്കുന്നു. ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് നാം അരി എടുക്കുന്നുണ്ട്. ആ അരി എടുക്കാൻ എന്ത് വേണം? അത് ഹള്ള് ചെയ്യണം, കുത്തണം. കുത്തി എല്ലാ മണിയുടെ പുറമേയുള്ള ആ ഉമിയും തീരുമാനം കളയണം. അത് മനുഷ്യ പ്രയത്നം കൊണ്ട് സാധിക്കണില്ലേ എന്നാണ് വസിഷ്ഠൻ ചോദിക്കുന്നത്. തണ്ടുലസ്യ യഥാ ചർമ്മ. അപ്പൊ അരിയുടെ പുറമേയുള്ള ഉമി എങ്ങനെയാണോ മനുഷ്യ പ്രയത്നം കൊണ്ട് നല്ലപോലെ കുത്തി
ആ ഉമി നീക്കുന്നത് യഥാ താമ്രസ്യ കാലിമ. ചെമ്പുപാത്രം പഴയ കാലത്ത് ധാരാളം ഉപയോഗിച്ചുകൊണ്ടിരുന്നു നമ്മൾ. ഇപ്പോഴും പൂജാസാമഗ്രികൾ ചെമ്പുപാത്രങ്ങളാണ്. അത് സ്വർണം പോലെ മിന്നും നിങ്ങൾ തേച്ച് വെളുപ്പാക്കി വെച്ചാൽ. പക്ഷേ തേച്ച ഉടനെ മിന്നിയ ഉടനെ അത് ക്ലായ്വും തട്ടുമതിലിക്കും. അപ്പൊ ചെമ്പുപാത്രങ്ങൾ എത്ര വെടുപ്പാക്കിയാലും അതിൽ ക്ലായ്വ് തട്ടുന്നുണ്ടല്ലോ, ക്ലായ്പ്. അത് നമ്മൾ എന്ത് ചെയ്യണു? പിറ്റേ ദിവസം തുടച്ച് നാം നീക്കം ചെയ്യണു. അതുപോലെ അരി കിട്ടാൻ വേണ്ടി ഉമിയ നീക്കാൻ പ്രയത്നിക്കുന്നത് പോലെ ചെമ്പുപാത്രത്തിലുള്ള ക്ലായ്വ് തേച്ചും തുടച്ചും മാറ്റുന്നത് പോലെ തണ്ടുലസ്യ യഥാ ചർമ്മ യഥാ താമ്രസ്യ കാലിമ നശ്യതി ക്രിയയാ പുത്ര. എന്റെ പൊന്നുമകനെ രാമ, ഇതെല്ലാം മനുഷ്യന്റെ പ്രയത്നം കൊണ്ടല്ലേ നാം നീക്കിയെടുക്കുന്നത്, ശുദ്ധമാക്കിയെടുക്കുന്നത്. അതുപോലെ പുരുഷസ്യ തഥാമല, മനുഷ്യനിലുള്ള മാലിന്യം, മനസ്സിനും ബുദ്ധിക്കുമുള്ള മാലിന്യം പ്രയത്നം കൊണ്ട് മാറും. ആ പ്രയത്നം മനസ്സിനെയും ബുദ്ധിയെയും തട്ടുന്നതും ഉൾക്കൊള്ളുന്നതുമായിരിക്കണം എന്നുള്ള വ്യത്യാസമാണ്. അതാണ് 18 ദിവസം ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഒരു ദിവസം കൊണ്ട് മനസ്സിലായി എന്ന് വരില്ല. 10 കൊല്ലമായി നാം ഇവിടെ ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തുന്നു. ഞാൻ തന്നെ പ്രതിദിനം സംസാരിക്കണമെന്നുള്ളത് പ്രേക്ഷകന്മാരുടെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ സംസാരിക്കുക. എനിക്കിവിടെ വരലും കുറച്ചൊക്കെ മേൽനോട്ടം നോക്കലും ഈ സംസാരിക്കലും കൂടി വലിയ വിഷമാണ്, എളുപ്പമല്ല, ക്ഷീണുണ്ട് പലതരത്തിലും. എന്നാൽ ഇത് നടത്തുന്നത് എന്താ? നിങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ. എന്തിനാ അങ്ങനെ പിന്നെയും പറയുന്നത്? നശ്യതി ക്രിയയാ പുത്ര. തുടർച്ചയായിട്ടുള്ള പ്രയത്നം കൊണ്ട്, നിരന്തരമായിരിക്കുന്ന പരിശ്രമം കൊണ്ട് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യം പോവുള്ളൂ. പക്ഷെ പോകും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ ഈ പറയുന്നത് അധ്യാത്മമായി ഈ ലോകം മുഴുവനും ആത്മാവിനാൽ ആത്മാ തന്നെ വിസ്തൃത വിശാല രൂപത്തിൽ പ്രകടമായിട്ടുള്ളതാണ് ഈ ലോകം മുഴുവനും. സൃജ്യതേ സൃജതി പ്രഭു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? സൃജ്യതേ സൃജതി പ്രഭു എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കർമ്മണി പ്രയോഗം, ഒന്ന് കർത്തരി പ്രയോഗമാണ്. ഈ ആത്മാ തന്നെയാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതും സൃഷ്ടിക്കപ്പെടുന്നതും ആത്മാവാണെന്ന്. ഇവിടെ 2 കാര്യമാണ്. സൃഷ്ടി എന്ന് പറയുന്നത് ഒരു ശക്തി, ഒരു ഉറവിടം ചെയ്യുന്നു. ആ സൃഷ്ടിച്ചാൽ സൃഷ്ടിക്കപ്പെട്ടതൊന്നുണ്ട് എന്ന് പറഞ്ഞാൽ കാണുന്നവനൊരാള്, കാണപ്പെടുന്നത് വേറെ ഒന്ന്. ആ കാണുന്നവനും കാണപ്പെടുന്നതും ഒന്നാണ് എന്ന് വ്യക്തമാക്കി പറയുന്നു ശ്രീമദ് ഭാഗവതം. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതിന്റെ സാരം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് വിചാരിക്കരുത് സൃഷ്ടിക്കപ്പെട്ട ലോകം സൃഷ്ടാവിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് വിചാരിക്കരുത്. സ്വാമിജി, ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? മനസ്സിലാക്കി തരാം. ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള നല്ല കൗശലങ്ങളൊക്കെ ഉണ്ട്. കേട്ടാ മതി, ഞങ്ങളുടെ കൂടെ വന്നാ മതി. അത് വരില്ലല്ലോ. ഒക്കെ അവനവന്റെ വീട്ടിൽ ഇരിക്കുകയല്ലേ ഉള്ളൂ. വരുമോ ഞങ്ങളുടെ കൂടെ? വരില്ല. സൃജ്യതേ സൃജതി പ്രഭു. എന്താ അതിനർത്ഥം? നമ്മുടെ മനസ്സുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്കൊരു മനസ്സുണ്ട് എന്നുള്ള കാര്യത്തിൽ? മനസ്സുണ്ടല്ലോ. ആ മനസ്സിൽ നിന്ന് പല ചിന്തകളും വിചാരങ്ങളും ഭാവങ്ങളും വരുന്നില്ലേ? ഈ ഉണ്ടായിട്ടുള്ള ചിന്തകൾ മുഴുവൻ മനസ്സല്ലാതെ വേറെ ഒരു പൊരുളാണോ അതോ മനസ്സ് തന്നെയാണോ? മനസ്സ് തന്നെയല്ലേ ഈ ചിന്തകളാവുന്നത്. അപ്പൊ ചിന്തിക്കുന്നത് മനസ്സ്, ചിന്തകളായിത്തീരുന്നത് മനസ്സ്. ചിന്തിക്കുക എന്ന് പറയുന്ന ആ ചിന്തകന്റെ ഭാവം, തത്ഫലമായി വിചിന്തനം അതിന്റെ പ്രവൃത്തി, ആ വിചിന്തന ഫലമായി നിർഗളിക്കുന്ന ഉദ്ഭൂതമാകുന്ന ചിന്തകൾ മറ്റൊന്ന്. അപ്പൊ ഈ ഒരേ ഒരു ദ്രവ്യമല്ലേ ഇങ്ങനെ ചിന്തകനും ചിന്തനവും ചിന്തയുമായി തീരുന്നത്? അതുപോലെയാണ് ഈ പ്രപഞ്ചം മുഴുവനുമായിട്ടുള്ളത്. സൃജ്യതേ സൃജതി പ്രഭു. ഈ ജഗത്തിന്റെ മഹാപ്രഭു, സ്രഷ്ടാവ്, സൃഷ്ടികർത്താവ്. ആ സൃഷ്ടികർത്താവായിരിക്കുന്ന ആദിനാരായണ മൂർത്തി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചവും ആയിരിക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തിലുള്ള ഏതു വസ്തുക്കളോടും നിങ്ങൾക്കുള്ള സമീപനം ഇത് ഭഗവാനിൽ നിന്ന് അന്യമാണ് എന്നുള്ള വിചാരം നിങ്ങളിൽ ഉണ്ടാവരുത്. ഇത് ഈശ്വരൻ തന്നെ. നിങ്ങൾ ഉപാസിക്കുന്ന മൂർത്തി എങ്ങനെ ഈശ്വരനോ അതുപോലെയാണ് ഈ മൂർത്തി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള പാറ. ആ പാറയുള്ള പർവ്വതമുള്ള ഭൂമി, ആ ഭൂമിയുള്ള പാഞ്ചഭൗതിക പ്രപഞ്ചം എല്ലാം തന്നെ ഈശ്വരനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ത്രായതേ ത്രാതി വിശ്വാത്മാ ത്രായതേ ത്രാതി വിശ്വാത്മാ. ഇവിടെ രക്ഷിക്കപ്പെടുന്നത് ആരാ? പ്രപഞ്ചം. ആ രക്ഷിക്കപ്പെടുന്ന ആ ആളും അല്ലെങ്കിൽ ആ ഭക്തനോ ആ ഘടകം എന്തോ അതും. ത്രാതി രക്ഷിക്കുന്നതാരോ? ഇങ്ങനെ രക്ഷകനൊന്ന് വേറെ രക്ഷിക്കപ്പെടുന്നതൊന്ന് വേറെ എന്നില്ല. രണ്ടും കൂടി ഒന്നാണ്. ദ്രഷ്ടാവും ദൃശ്യവും ഒന്നായിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ ചിന്തയിലും നമ്മുടെ അന്വേഷണത്തിലും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
പ്രപഞ്ചം വേറെ, ലോകം വേറെ, ഈശ്വരൻ വേറെ, താൻ വേറെ. വാസ്തവത്തിൽ ലോകത്തിൽ നമ്മൾ പെടില്ലേ? എന്നാലും ലോകത്തിനെ കണ്ടിട്ട് ലോകം വേറെ താൻ വേറെ എന്നല്ലേ നമ്മൾ ധരിക്കുന്നത്? അതെങ്ങനെ ശരിയാവും? നാം അടക്കമാണല്ലോ ഈ ലോകം. ആ ലോകത്തിൽ നിന്ന് വേറെയോ നാം? അതിൽപ്പെട്ട അതിന്റെ ഘടകമായ ഒന്നോ നാം? പിന്നെ എന്തിനാ നമ്മൾ വേറെ എന്ന് പറയുന്നത്? പക്ഷെ അങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ട്. ഹ്രിയതേ ഹരതീശ്വര. ഇവിടെ ഹരിക്കപ്പെടുന്നതും ഈശ്വരനാണ്, ഹരിക്കുന്നവനും ഈശ്വരനാണ്. ഇതേവരെ പലതും പറഞ്ഞു ഭഗവാൻ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞാലും അവസാനം ഇവിടെ പറയുന്നത് എന്താ? ഇവിടെ സൃഷ്ടികർത്താവായ ഒരു ഭഗവാൻ വേറെ നിൽക്കുന്നില്ല, സൃഷ്ടിക്കപ്പെടുന്നതോ സൃഷ്ടിക്കപ്പെട്ടതോ ആയ ലോകം ഒന്ന് വേറെ നിൽക്കുന്നില്ല. എല്ലാം കൂടി ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ആ ഒന്ന് 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 എന്നുള്ള മന്ത്രം അത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു വരുന്തോറും എത്ര ദ്വൈതമിവ വർത്തതേ തദിതര ഇതരം പശ്യതി ജിഘ്രതി ശൃണോതി അഭിനന്ദതി. യാജ്ഞവൽക്യൻ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മൈത്രേയിക്ക്. എപ്പോഴാണോ ഇവിടെ രണ്ടെണ്ണമുണ്ടെന്ന് തോന്നുന്നത് അപ്പോഴാണ് ഇവിടെ ഒന്ന് ഇനി കാണുന്നതും കേൾക്കുന്നതും അഭിനന്ദിക്കുന്നതും പേടിക്കുന്നതുമെല്ലാം. യഥാ സർവമിതമാത്മൈവാഭൂത്, എല്ലാം ആത്മമയമായി ഒന്നായി തീർന്നാൽ ഇവിടെ തത്ര ഹഹ കം കേന പശ്യേത്. ആരാണ് ഇവരെ എന്തുമൂലമാണ് ആരെയാണ് കാണുകയെന്ന്? എപ്പോഴാണോ നിങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പിലുള്ള വൈവിധ്യം, ഇപ്പൊ നല്ല വൈവിധ്യമാണല്ലോ നമ്മൾ കാണുന്നത്, ഇത് ആത്മഗതമായിരിക്കുന്ന വിചാരത്തിലൂടെ ആത്മജ്ഞാനമോ ആത്മസാക്ഷാത്കാരമോ ഉണ്ടാവുമ്പോൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന വിവിധ വസ്തുക്കളെല്ലാം വാസ്തവത്തിൽ ഒരേ ഒന്നിന്റെ പരിലസനമാണ് എന്നും നമുക്ക് തോന്നിത്തുടങ്ങും. അനുഭവസിദ്ധമാണത്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു നിലയിൽ എത്തിച്ചേരാം. ആത്മൈവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭു ത്രായതേ ത്രാതി വിശ്വാത്മാ ഹ്രിയതേ ഹരതീശ്വര. പ്രേക്ഷകരെ, നിങ്ങൾ ശരിക്ക് കേൾക്കുന്നുണ്ടോ? കൃഷ്ണൻ 28ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, സമാപനമാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. ആ ഉദ്ദേശത്തിൽ പറയാണ്, ഇവിടെ രണ്ടെന്നൊന്നും ഇല്ല കൂട്ടരെ, എല്ലാം കൂടി ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ഇവിടെ ആ ഒന്ന് എന്നുള്ള വിചാരം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുമ്പോൾ ഒരാളെയും നിന്ദിക്കാൻ തോന്നില്ല, ഒരാളെയും അനാവശ്യമായി സ്തുതിക്കാൻ തോന്നില്ല. ഇപ്പൊ രാജ്യം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഈ സ്വാമിജിയുടെ ഉള്ളില് വലിയ വിഷമമാണ്. എന്തുകൊണ്ടാണ് ഒരു ബസ്സിൽ സഞ്ചരിക്കുന്ന 5-6 ആൾക്കാർക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി നിങ്ങൾ വരൂ ബസ്സൂല് കയറൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഒരു കൂട്ടബലാത്സംഗം നടത്താൻ അവരുടെ മനസ്സിൽ 6 ആളുടെ മനസ്സിൽ ഒരുമിച്ചൊരു പ്രേരണയുണ്ടായത് എങ്ങനെയെന്നാ എന്റെ ചോദ്യം. ആ പ്രേരണ ഉണ്ടായപ്പോഴാണല്ലോ അത് അവർ പ്രയോഗിച്ചതും നടപടിയിൽ കൊണ്ടുവന്നതും. നമ്മളത് ചെയ്തത് തെറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും പറയും, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്റെ മനസ്സ് ആളിക്കത്തുന്നത് ഇങ്ങനെ ഒരു ദുഷ്പ്രേരണ 6 ആൾക്ക് ഒരുമിച്ച് കടന്നുകൂടിയത് ഏത് ലോകത്തെ കണ്ടിട്ടാന്നാ ഞാൻ ചോദിക്കണത്. ഏത് ലോകമാ അവർക്ക് ഈ പ്രേരണകൾ ഓർത്തത്? നമ്മുടെ പ്രേരണ മുഴുവൻ നമുക്കുണ്ടാവുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും മൂക്കുകൊണ്ട് മണത്തിട്ടുമാണ്. ഇവിടെ ഒന്നും കാണാനില്ലെങ്കിൽ നമുക്ക് ഒരു പ്രേരണയും ഉണ്ടാവില്ല. ആരോട് ദേഷ്യം? ആകാശം മാത്രമുള്ള ഒരു ലോകം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വസ്തുക്കളില്ലാത്തത്. ആ ലോകത്തോട് നിങ്ങൾക്ക് വല്ല വെറുപ്പ് തോന്നുമോ, വല്ല സ്നേഹം തോന്നുമോ, വല്ല ആകർഷണം തോന്നുമോ? അപ്പൊ ഈ 6 പേർക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു ദുഷ്ടബുദ്ധി ഉണ്ടായത് എങ്ങനെയാ? എന്താ അതിന് കാരണം? അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നാം എവിടെയാ പിടിച്ചമർത്തേണ്ടത്? കാര്യം തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ പോണു, അവരെ വധിക്കാൻ പോണു തന്നെ ഇരിക്കട്ടെ. വധിച്ചു കഴിഞ്ഞത് കൊണ്ട് കുറ്റം ചെയ്തതിന് ശേഷമുള്ള ശിക്ഷയാണ് അവർക്ക് കിട്ടുന്നത്. കുറ്റം ചെയ്യാനുള്ള തോന്നൽ എവിടെ നിന്നുണ്ടായി? ആ തോന്നൽ നീക്കാൻ വേണ്ടി നമ്മുടെ ഭരണകർത്താക്കളോ നമ്മുടെ ചിന്തകന്മാരോ സാമൂഹ്യ നേതാക്കന്മാരോ, ഇത് നമ്മുടെ സമാജത്തിന്റെ പ്രശ്നമാണ്, സമാജാംഗങ്ങളുടെ പ്രശ്നമാണ്. ഈ പ്രശ്നം തീർക്കാൻ എന്താണ് വേണ്ടത് എന്നവർ ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 65 കൊല്ലമായി ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആ സ്വതന്ത്രമായ ഇന്ത്യയിലാണ് പറയുന്നത് 20 മിനിറ്റിനൊരിക്കൽ ഒരു സ്ത്രീ ഇവിടെ ബലാത്സംഗത്തിന് വിധേയയാണെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? 20 മിനിറ്റിന് ഒരാളെ 28,000 ചില്ലാനം പേര് കൊല്ലം തോറും ഇവിടെ ബലാത്സംഗത്തിന് വിധേയയാണത്രേ. നമ്മുടെ നാട്ടിലുള്ളവർ പറഞ്ഞു തുടങ്ങി ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷയില്ല, പെൺകുട്ടികൾക്ക് ഇല്ല. ഇങ്ങനെ ഒരു പുണ്യഭാരതമാണോ നമ്മുടെ മുൻപിൽ? ഇതിനുള്ള കാരണക്കാരാരാ? നിങ്ങൾ വിരൽ ചൂണ്ടി അവനത് ചെയ്തു ഇവനത് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യം നടക്കില്ല. നമ്മുടെ സമാജാംഗങ്ങളാണ് ചെയ്യുന്നത്. ആ സമാജത്തിൽ നമ്മളും അംഗങ്ങളാണ്. എന്റെ വീട്ടിലൊരു കുട്ടി ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ ചെറിയച്ഛന്റെ മകനാണ് ചെയ്തതെന്നുണ്ടെങ്കിലോ, അമ്മാമന്റെ മകന്റെ അളിയനാണ് ചെയ്തതെന്നുണ്ടെങ്കിലോ,
അപ്പൊ ഈ സമാജത്തിൽ ഒരു സമാജീയമായ ഒരു ചിന്തയും ഒരു പരിഗണനയും ഇവിടെ വന്നിട്ടില്ല. എന്താ അതിന് കാരണം എന്നാ ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പലതും പറയുന്നുണ്ട്. ക്യാപിറ്റൽ സിറ്റിയിൽ നടന്ന കാര്യമാണിത്. അവിടെ പോലീസുണ്ട്, വകുപ്പുണ്ട്. പോലീസ് സർവ്വ നിയമങ്ങളും തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാനാണ്. തെറ്റ് ചെയ്യാനുള്ള പ്രേരണയെ നേരിടാൻ ഇവിടെ ഒരു നിയമവും ഇല്ല. ആ പ്രേരണയെക്കുറിച്ച് മനുഷ്യനെ ഉദ്ബുദ്ധനാക്കി തീർത്ത് വേണ്ടത്ര വാല്യൂ അവയർനെസ്, നമുക്ക് ജീവിക്കാൻ ചില മൂല്യങ്ങളുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്, ചില നിഷ്ഠകളുണ്ട്, ചില മര്യാദാക്രമങ്ങളുണ്ട്. അത് മുഴുവനും അവിടെ നടന്നിട്ടുള്ള സംഭവം മുഴുവൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യണില്ല. എന്താ ഒരു മനുഷ്യൻ ചെയ്തിരിക്കണത് എന്ന്. മനുഷ്യന്റെ ക്രൂരത. ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്നേഹപ്രവൃത്തിയാണ്. ആ സ്നേഹപ്രവൃത്തിയിൽ എങ്ങനെയാ ഇത്ര ക്രൗര്യം വന്ന് നുഴയുന്നത്? മറ്റൊരാളുടെ സഹകരണത്തോടുകൂടി കൂട്ടമനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന സൗമ്യവും രസകരവും സന്തോഷകരവുമായിരിക്കുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയെ ഇങ്ങനെ വഷളാക്കി തീർക്കുക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ക്രൂരതയും അന്ധതയും ഉന്മത്തതയും എത്ര കണ്ട് ഗഹനവും ഗംഭീരവും ദുരൂഹവുമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഒരു മനസ്സ് പേറിയിട്ടാണ് നമ്മളും നമ്മുടെ കുട്ടികളും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അവരുടെ മനസ്സിനെ സംരക്ഷിച്ചെടുക്കാൻ, വേണ്ടതുപോലെ ചിട്ടയ്ക്ക് നിർത്താൻ എന്തു വേണം എന്നുള്ളത് സമൂഹം സടകുടഞ്ഞ് ആലോചിക്കേണ്ട ഒരു സമയമായി. നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടതായത്. അവിടെയാണ് ഈ അധ്യാത്മശാസ്ത്രത്തിന്റെ പ്രയോജനം വരുന്നത്. ഈ ലോകത്തിൽ എല്ലാം തന്നെ ഈശ്വരമയമാണ്. ആ ഈശ്വരമയമാണെന്നുള്ള മൂല്യം മനസ്സിലാക്കി നിങ്ങൾ ഒരാളെയും കുറ്റം പറയരുത്, ഒരാളെയും അനാവശ്യമായി സ്തുതിക്കരുത്. ഇതാണ് നമുക്ക് ആവശ്യം. ഞാനൊരു അധ്യാത്മജീവിയാണ്. ആ അധ്യാത്മജീവി എന്നുള്ള നിലയ്ക്ക് ഈ ലോകത്തിൽ എന്ത് തന്നെ കിഴുതാളം മറിഞ്ഞാലും ശരി, എൻ്റെ മനഃശാന്തിയെ കെടുത്താൻ ഞാൻ അതിനെ അനുവദിക്കില്ല. ഞാൻ ഈ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകം എങ്ങനെയായാലും ശരി, അതുകൊണ്ട് എൻ്റെ മനഃശാന്തി കെടുത്താൻ ഞാൻ അനുവദിക്കില്ല. എന്നെ കൊണ്ട് തിരുത്താവുന്നതല്ല ഈ പ്രപഞ്ചത്തിലുള്ള സംഗതികൾ മുഴുവനും. ഇതൊക്കെ സർക്കാരും ഭരണകൂടവും ഒക്കെ തൻ്റെ സ്വന്തം ചുമതലയായി ഏറ്റെടുത്ത് സ്ഥിര പരിശ്രമം കൊണ്ടും സ്ഥിര സംവിധാനം കൊണ്ടും നേരിടേണ്ടതാണ്. ഇവിടെ രാത്രി 12 മണിക്കും സ്ത്രീജനങ്ങൾക്ക് ഒറ്റയ്ക്ക് പണ്ടം ധാരാളം അണിഞ്ഞ് സുരക്ഷതയോടുകൂടി നടക്കാൻ സാധിക്കണം ഇവിടെ. അപ്പോഴേ നമ്മുടെ നാട് നന്നായുള്ളൂ. അപ്പൊ അത് ഉറപ്പുവരുത്താനുള്ളത് നമ്മളല്ല, നമുക്കതിനുള്ള അധികാരമില്ല. വഴി കൂടി പോകുന്ന ഒരാളെ പിടിച്ചു നിർത്തി ചോദിക്കാനുള്ള അധികാരം നമുക്കില്ല. ഇവിടെ അധികാരമുള്ളവർ പോലീസുകാരാണ്, ആഭ്യന്തര വകുപ്പാണ്. അവർ പറഞ്ഞാലേ എല്ലാവരും കേൾക്കുള്ളൂ, ചിന്തിക്കുള്ളൂ. അപ്പൊ മനുഷ്യനെ വേണ്ടതുപോലെ പെരുമാറ്റാൻ വ്യക്തികൾ പുറപ്പെട്ടാൽ എങ്ങനെയാ സാധിക്കുക? അവർ പറയും വ്യക്തികൾ നിങ്ങൾ നിരോധിക്കണം, നിങ്ങൾക്ക് പ്രതിഷേധം വേണം എന്നൊക്കെ. നമുക്ക് പ്രതിഷേധം അതും കൂടി ന്യായപൂർവ്വം ചെയ്യാനേ പറ്റുള്ളൂ, വല്ല തരത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഭരണകർത്താക്കൾ പുകഞ്ഞിരുന്ന് ചിന്തിക്കേണ്ടതാണ്. 20 മിനിറ്റിന് ഒരു ബലാത്സംഗം വീതം ഈ പുണ്യഭൂമിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ വന്നു? എന്താണതിന് കാരണം? ഈ പ്രേരണയെ നേരിടാൻ നമ്മൾ എന്തെല്ലാം സംവിധാനം ഉണ്ടാക്കണം? എവിടുന്നൊക്കെ പഠിപ്പ് തുടങ്ങണം? എവിടുന്നൊക്കെ മുൻകരുതൽ തുടങ്ങണം? എവിടുന്നൊക്കെയാണ് ശിക്ഷാ നടപടികൾ പ്രയോഗിക്കേണ്ടത്? ശിക്ഷയല്ലാതെ ശിക്ഷണം എന്നൊന്നുണ്ട്, അത് വേണ്ടതുപോലെ പ്രയോഗിക്കണം. അതിനെന്താ വഴി എന്ന് വിചാരിച്ച് പലതരത്തിലും രക്ഷാകർത്താക്കന്മാരെ വിളിച്ച് ലജ്ജയില്ലാതെ ഈ വക കാര്യങ്ങൾ സംസാരിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ലൈംഗികാസക്തിയും അത് മനുഷ്യന്റെ ബുദ്ധിയെയും തലയെയും എല്ലാറ്റിനെയും കവച്ചു വെച്ച് അടിമയാക്കി തീർത്ത് ഈ ക്രൗര്യത്തിൽ ഇടപെടിപ്പിക്കുന്നുണ്ടല്ലോ, ഇതിനെന്താ കാരണം എന്ന് ചിന്തിച്ചു നോക്കി നടപടിയെടുക്കേണ്ടതാണ്. സന്യാസിമാരായി ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പോകാം, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരാം സാധിച്ചാൽ. പക്ഷെ ഇത് പ്രൈമറിലി അടിസ്ഥാനപരമായി സന്യാസിമാരല്ലാത്ത ഗൃഹസ്ഥന്മാരുടെ ചുമതലയാണ്. നിങ്ങളാണല്ലോ രാജ്യം ഭരിക്കുന്നത്. ഇവിടുത്തെ പ്രസിഡന്റ് ആരാ? ഇവിടുത്തെ പ്രധാനമന്ത്രി ആരാ? ഇവിടുത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാ? ഇവിടുത്തെ പാർലമെന്റിൽ ഇരിക്കുന്നവർ ഭൂരിപക്ഷം ജനങ്ങളും ആരാ? ഞങ്ങൾ സന്യാസിമാരാ അവിടെ ഇരിക്കുന്നത്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് സന്യാസിമാര് നിങ്ങളാ അത് നടത്തേണ്ടതെന്ന് എന്നോട് ചിലർ പറയും. എങ്ങനെയാ ഞങ്ങൾ നടത്തുക? ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം എന്താ? ബലായിട്ടൊരു മീറ്റിംഗ് വിളിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? വിളിച്ചാൽ നിങ്ങൾ അവിടെ വരുമോ? ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രവേദിയിൽ ബഹുശതം ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതൊരു നിയമത്തിന്റെ പേരിൽ വരികയല്ല. എന്തോ കാരണത്താൽ അവരവരുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആകർഷണത്തിന്റെയും ആത്മനിർബന്ധത്തിന്റെയും പേരിൽ വരികയാണ് നിങ്ങളിവിടെ, അല്ലാതെ ഒരു നിയമത്തിന്റെ പേരിലല്ല. സർക്കാർ വിളിച്ചു കൂട്ടിയാൽ അവിടെ വന്നേ തീരുള്ളൂ എന്നൊരു വ്യവസ്ഥയുണ്ട്. അതുപോലെയുള്ള അധികാരങ്ങളൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞാൻ എന്ത് പറയും? എനിക്ക് നല്ല അധികാരമുണ്ട്, നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാമെന്ന് പറയും. നിങ്ങളുടെ ചെവി ഇങ്ങോട്ട് തന്നാ മതി, നുഴഞ്ഞു കയറി ഞാൻ നിങ്ങളുടെ ഹൃദയം പിടിച്ചെടുത്തോളാം എന്നൊക്കെ ഞാൻ പറയും. ഇങ്ങനെ എൻ്റെ വാചാലതയാണത്. പക്ഷെ സത്യത്തിൽ നമുക്ക് ഒരധികാരവും ഇല്ല.
അപ്പൊ എൻ്റെ മനസ്സ് വല്ലാതെ നൊന്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ സമാജം ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നുണ്ടല്ലോ. എന്താണ് വേണ്ടത് എന്നിങ്ങനെ ആലോചിക്കാൻ. നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ഒരു അധ്യാത്മ ചിന്തകനെ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വിളിച്ചിരുത്താൻ നമ്മുടെ നേതാക്കൾ തയ്യാറായില്ല. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇവിടുത്തെ സംസ്കാര കാഹളത്തിന്റെ പേരിലാണ്. മഹാത്മാഗാന്ധി ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞ ദർശനം എന്ന് പറയുന്ന ആ ഭാഗം പ്രത്യേകം ഓരോ ദിവസവും പ്രയർ മീറ്റിംഗിൽ, പ്രാർത്ഥനാ യോഗങ്ങളിൽ അത് ചൊല്ലിത്തുടങ്ങി. രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എന്നുള്ള രാംധുനും അവിടെ ഉണ്ടായി. അത് രണ്ടും മുഴക്കി തുടങ്ങിയപ്പോഴേ നൂറുകണക്കിനും ആയിരക്കണക്കിനും ജനങ്ങൾ അവിടെ പ്രാർത്ഥനാ യോഗം അറ്റൻഡ് ചെയ്യാൻ വന്നുള്ളൂ. ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെയുള്ള ജനത ഒട്ടാകെ ഇളകി അങ്ങോട്ട് മറിഞ്ഞു. അതിന്റെ മുൻപിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം കൊമ്പുകുത്തിയത്, അല്ലാണ്ട് മറ്റൊരു വിധത്തിലല്ല. അങ്ങനെ ആ സംസ്കാരത്തിന്റെ പേരിലുള്ള ഐക്യമായിരുന്നു ഇവിടെ പ്രകാശിച്ചതും അലതല്ലിയതും സുനാമിയായി തീർന്നതും. അതിനുള്ള കാരണഭൂതരായിരിക്കുന്ന സന്യാസിമാരിൽ ഒരൊറ്റ ആളെ വിളിച്ചെങ്കിലും നമ്മുടെ ഭാരതത്തിൽ എന്താണ് വേണ്ടത്, മൂല്യത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തു പറയണു, ഈ ഭാരതത്തിന് ഈ കെട്ടുറപ്പ് സ്ഥിരമായി നിൽക്കാൻ എന്തു വേണമെന്ന് ചോദിക്കാൻ ഇവിടെ ഒരൊറ്റ ആളുണ്ടായില്ല. ഒരു കാര്യം മാത്രം ജവഹർലാൽ നെഹ്റുവും കൂട്ടരും എല്ലാവരും കൂടി ചെയ്തു. എന്താ? സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം മുണ്ടകോപനിഷത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് അതിൽ ആത്മനേപതി തന്നെ ഉപയോഗിച്ചു, പരസ്മൈപദം ഉപയോഗിക്കാതെ. അത് മാത്രമേ അവർ നല്ലത് ചെയ്തുള്ളൂ. അതെങ്കിലും ചെയ്തുല്ലോ എന്ന് സമാധാനിക്കുക ഞാൻ. അപ്പൊ നിങ്ങളിത് വളരെ നല്ല പോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് ഭൂമാനന്ദ സ്വാമിയുടെ മനസ്സമാധാനം പോകുന്നുണ്ടോ? പോകില്ല. ഞാൻ പോകാൻ അനുവദിക്കില്ല. എന്താ കാരണം? ആത്മൈവ ഇതം സർവം എന്നാണ് നമ്മുടെ മനസ്സിൽ. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഇത് ആത്മമയമാണ്. സൃജ്യതേ സൃജതി പ്രഭു. ഇവിടെ ബലാത്സംഗത്തിന് വിധേയമായതും ഭഗവാനാണ്, ബലാത്സംഗം ചെയ്തതും ഭഗവാനാണ്, അവരെ പിടിക്കുന്നതും ഭഗവാനാണ്. അതിൻ്റെ നടപടിയെടുക്കുന്ന സമയത്ത് പണക്കാര് ചിലരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കുറേശ്ശെ ഒതുക്കി വയ്ക്കുന്ന ആ കള്ളത്തരവും ഈശ്വരൻ തന്നെയാണ് നടത്തുന്നത്. അപ്പൊ സർവ്വതും ഈശ്വരമയമാണെന്നുള്ളൊരു തോന്നൽ എൻ്റെ സമാധാനത്തിന് ഒരു കേടും വരണില്ല. എന്നാൽ ഇതൊക്കെ തെറ്റാണ്, അതിന് നടപടിയെടുക്കണം എന്നുള്ള ഭാഗം ഞാൻ ഉറച്ചു പറയുകയും ചെയ്യും. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ശരിയാണോ പറയണത്? അതോ വല്ലോടത്തും ഇങ്ങനെ പോണോ? യയിച്ഛയേശസൃജതീതമവ്യയോ യേവ രക്ഷത്യവലുംബതേ ജയഃ തസ്യാബലാഃ ക്രീഡനമാഹുരീഷിതുഃ ചരാചരം നിഗ്രഹസംഗ്രഹേ പ്രഭുഃ. ഇത് 7-ാം സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകമാണ്. രംഗം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഹിരണ്യകശിപു തൻ്റെ അനുജൻ മരിച്ചു, മഹാവിഷ്ണു കൊന്നതിന് ശേഷം വിധവയായിരിക്കുന്ന തൻ്റെ സിസ്റ്ററിലോ അനിയന്റെ ഭാര്യയെയും അമ്മയെയും സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കഥയാണ്. സുയജ്ഞൻ എന്ന് പറഞ്ഞൊരു ചക്രവർത്തി പടക്കോപ്പും ആഭരണങ്ങളും എല്ലാം അണിഞ്ഞ് പടക്കളത്തിൽ ചെന്നു. എന്തോ ദുർഭാഗ്യവശാൽ മരിച്ച് താഴെ വീണു. അദ്ദേഹത്തിന്റെ പത്നിമാര് വട്ടം കൂടിയിരുന്ന് കരയാൻ തുടങ്ങി. ഒരു നിവൃത്തിയുമില്ല. ഈ കഥ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരമായി ശവം വിട്ടുകൊടുക്കേണ്ട പോക്കൊന്നുമില്ല എന്ന് കണ്ട് യമധർമ്മരാജാവ് സ്വയം ഒരു ബാലന്റെ രൂപത്തിൽ വന്ന് ആ സ്ത്രീകളോട് സംസാരിക്കാൻ തുടങ്ങി. അതിൽ അദ്ദേഹം പറയാണ്, ഒരാൾ മരിക്കുന്നതോ മരിച്ചു കിടക്കുന്നതോ പോകുന്നതോ പോകാത്തതോ ഇതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. യയിച്ഛയേശഃ സൃജതീതമവ്യയോ യേവ രക്ഷത്യവലുംബതേ ചയഃ. ഈ ലോകം സൃഷ്ടിച്ചത് ആരാ? ഈശ്വരനാണ്. എങ്ങനെയാ സൃഷ്ടിച്ചത്? ഇച്ഛയാ. തൻ്റെ ഇച്ഛ കൊണ്ട് മാത്രം രചിച്ചതാണ് ഈ ലോകം. അപ്പൊ ഈ ലോകം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരുടെ ഇച്ഛയാ? ഈശ്വരന്റെ ഇച്ഛയാണ്. നിങ്ങൾ ആരും അതിൽ ഇടപെടണ്ട, മിണ്ടാണ്ടിരുന്നോളൂ. അദ്ദേഹമാണ് ഇത് സൃഷ്ടിച്ചത്. സൃജതീതമവ്യയോ. ഇത് കാലാകാലം തുടരുന്ന ഒരു പ്രപഞ്ചമാണത്. യേവ രക്ഷതി അവലുംബതേ ജയഃ. ആരാണോ ഇതിനെ രക്ഷിക്കുന്നത്, നിലനിർത്തുന്നത്, സംഹരിക്കുന്നത്, തസ്യാബലാഹ. അബലകളെ ആ ഒരു മഹാപ്രഭാവത്തിന്റെ, ആ ഒരു വിശേഷപ്പെട്ട മഹാപ്രഭുവാണെങ്കിൽ പ്രഭു, പ്രഭാവമാണെങ്കിൽ പ്രഭാവം, ആ പ്രഭാവത്തിന്റെ ക്രീഡനമാഹുരീഷിതുഃ. എന്ത്? അദ്ദേഹത്തിന്റെ ഒരു കളിയാണ് ഇവിടെ കിടക്കുന്നത് മുഴുവനെന്ന്. ഫുട്ബോൾ അദ്ദേഹം ഇഷ്ടപ്രകാരം തട്ടും. ഇങ്ങോട്ട് തട്ടിയാൽ അവർക്കുള്ള ഗോളായി, ഇങ്ങോട്ട് തട്ടിയാലോ ഇവർക്കുള്ള ഗോളായി. ക്രീഡനമാഹുരീഷിതുഃ ചരാചരം നിഗ്രഹസംഗ്രഹേ പ്രഭുഃ.
ഇവിടുത്തെ ചരാചരം മുഴുവനും നിഗ്രഹിക്കുന്നതും സംഗ്രഹിക്കുന്നതുമെല്ലാം ഈ മഹാപ്രഭുവാണ്. അതുകൊണ്ട് പേരിന് നിങ്ങളുടെ ഭർത്താവാണെങ്കിലും ആ സുയജ്ഞൻ ഇവിടെ വന്നതും പടപൊരുതിയതും പടയിൽ മരിച്ചുപോയതുമെല്ലാം നിങ്ങൾ എത്ര തന്നെ വിലപിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല, അദ്ദേഹത്തിനുമില്ല. നമുക്ക് യുദ്ധം ചെയ്യണം എന്നൊരു പ്രേരണ പ്രകൃതി രചിക്കുന്നതാണ്. ആ പ്രേരണ ഉള്ളിടത്തോളം കാലം നമുക്ക് പടപൊരുതണം എന്ന് തോന്നും. അപ്പൊ പടപൊരുതാനായി ശത്രുക്കളെ നമ്മൾ അന്വേഷിക്കും. അതേമാതിരി അപ്പുറത്ത് ഞങ്ങൾക്കും പൊരുതണം എന്ന് തോന്നുന്ന ഒരു വിഭാഗമുണ്ടാവും. രണ്ടാളും കൂടി ഏറ്റുമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പടപൊരുതി അതിൽ ചിലരൊക്കെ മരിച്ചു വീണു. അവസാനം ജയിക്കുന്നത് അതൊരു സ്വാഭാവികമാണ്. നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഫുട്ബോൾ കളിയുണ്ടല്ലോ, ആ ഫുട്ബോൾ കളി ഒരു കളി കളിച്ചു ഡ്രോവായി, രണ്ടാമതൊരു കളി കളിച്ചു ഡ്രോവായി, മൂന്നാമതൊരു കളി കളിച്ചു ഡ്രോവായി. നിങ്ങൾ അവിടെ നിർത്താൻ ആരെങ്കിലും സമ്മതിക്കോ? കളിക്കാർ സമ്മതിക്കില്ല, കാണികൾ സമ്മതിക്കില്ല. അവസാനം എന്ത് തീർച്ചയാക്കി? നാലാമതും ഒരു കളി കളിച്ചു, അതും ഡ്രോവായി, വിട്ടില്ല, പെനൽറ്റി കിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു സെറ്റ് 10-10 അടിച്ചപ്പോൾ സമായി, രണ്ടാമതും കിക്ക് ചെയ്യൂന്ന് പറഞ്ഞു. അവസാനം തോൽക്കുന്നത് വരെ ആ കളി നിങ്ങൾ തുടരും. ഇല്ലേ? എന്താ മിണ്ടാത്തെ? ഒരാൾ ജയിച്ച ഒരാൾ തോറ്റാലേ ഇവിടെ പറ്റുള്ളൂ. അതേമാതിരി യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രേരണയും മനുഷ്യന്റെ മനസ്സിലുണ്ട്, തല്ലുകൂടാനുള്ള ഒരു പ്രേരണയും മനുഷ്യന്റെ മനസ്സിലുണ്ട്. അത് ഉള്ളിടത്തോളം കാലത്ത് അവർക്ക് തല്ലുകൂടിയേ അവർക്ക് തൃപ്തിയാവുള്ളൂ, തല്ലുകൂടാതെ തൃപ്തിയാവില്ല. ബലാത്സംഗത്തിന് താല്പര്യമുള്ള കുറെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടാവും. അവരെ നേരിടാൻ ബാക്കിയുള്ളവർക്കാണ് തോന്നേണ്ടത്. ബലാത്സംഗികൾ ഉണ്ടവിടെ. അതുകൊണ്ട് അവരെ നേരിടണം എന്ന് ബാക്കിയുള്ളവർക്ക്, അതല്ലാത്തവർക്ക് തോന്നണം. അത് നേരിടാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് ഇവരെ അടക്കി നിർത്തണം. നിർത്താൻ പറ്റിയില്ലെങ്കിലോ ഈ തരം അപകടങ്ങളും ദാസ്യങ്ങളും നമുക്കുണ്ടാവും. എപ്പോഴാണ് നമ്മുടെ സമാജം ഉണരാൻ പോകുന്നത്? നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് ഒതുങ്ങി നിൽക്കുമ്പോൾ ആവശ്യപ്പെടുന്നതല്ല. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമല്ല, പുറത്തു പോയാലും നമുക്ക് നല്ല പെരുമാറ്റമാവണം. ഒരു ശരീരം മറ്റൊരു ശരീരത്തിനെ തൊടാനുള്ള അവകാശം നമുക്കില്ല. നിങ്ങൾ മനസ്സിനെ മനസ്സുകൊണ്ട് നേരിടൂ, ബുദ്ധിയെ ബുദ്ധി കൊണ്ട് നേരിടൂ, കണ്ണിനെ കണ്ണുകൊണ്ട് നേരിടൂ. കയ്യിനെ മാത്രമേ കൈ കൊണ്ട് നേരിടാൻ പാടുള്ളൂ. ആരെങ്കിലും നിങ്ങളെ അടിച്ചാൽ നിങ്ങളുടെ കൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് തടുക്കാം, അല്ലാതെ നിങ്ങളുടെ കൈ പൊന്തരുത്. ഇതിനൊരു വ്യവസ്ഥയുണ്ട്. ഒരാൾ ഇങ്ങനെ ബസ്സിൽ കയറി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി നിങ്ങൾക്ക് അവരെ തൊടാൻ എന്താണ് അവകാശം? തൊട്ടു പോകാൻ പാടില്ലല്ലോ. ഒരാൾക്ക് വേറൊരാളെ തൊടാനുള്ള അവകാശമുണ്ടോ? എന്നിട്ടല്ലേ പിന്നെ ബലാത്സംഗത്തിന്റെ ചോദ്യം വരുന്നത്? നമുക്ക് വളരെയധികം ക്രിമിനൽ വ്യവസ്ഥകളുണ്ടല്ലോ. ഈ വ്യവസ്ഥകൾ പരിപാലിക്കാൻ ഇവിടെ ജാഗരൂകരായി നിയമപാലകന്മാരുണ്ട്. എന്തെങ്കിലും അപകടം വന്നാൽ ഠപ്പ് നിങ്ങൾ തീർത്താൽ എന്താണ് സ്ഥിതി? ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും സ്ഥിതി എന്ന്. എന്നോടൊരാളൊരു കാര്യം പറഞ്ഞു, കോയമ്പത്തൂരിൽ നടന്നത്. പറയട്ടെ ഞാൻ നിങ്ങളുടെ അടുത്ത്? പറയാം. ഒരു വീട്ടുകാര് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഒരു ടാക്സി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ടാക്സി ഏർപ്പെടുത്തിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ടാക്സിക്കാരനെ ചേഞ്ച് ചെയ്തു. ആകെ മൊത്തം ഒരു വഴക്കായി. ആ മുമ്പിലത്തെ ടാക്സിക്കാരൻ ഓടി വന്ന ഈ പെൺകുട്ടിയൊക്കെ കൊണ്ടുപോയി അവസാനം ബലാത്സംഗം ചെയ്തു, അത് മരിക്കും ചെയ്തു തോന്നുന്നു. പോലീസ് നടപടിയെടുക്കാൻ പുറപ്പെട്ടു. അങ്ങനെ എല്ലാവരും കൂടി വന്ന് ആ സംഭവം നടന്ന സ്ഥലത്ത് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അതിലൊരു പോലീസുകാരൻ തന്നെ തോക്കെടുത്ത് നീയല്ലേ അവളെ കൊന്നത് ദാന്നും പറഞ്ഞ് വെടിവെച്ച് അങ്ങോട്ട് കൊന്നു അത്രേ. അപ്പൊ കൊന്നതിന്റെ പേരിൽ ഇവിടെ കുറെ വക്കീൽമാര് ഇത് സമ്മറി പണിഷ്മെന്റ് ആണ്, ഇത് പറ്റില്ല, ഇങ്ങനെ നടത്താനുള്ള അവകാശം പൗരന്മാർക്കില്ല, അതുകൊണ്ട് എന്തു വേണം, അതിനെ കോർട്ടിൽ പോയി നിയമം പാസ്സാക്കി ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞ് 12, 25, 35 കൊല്ലം കഴിഞ്ഞിട്ട് പ്രസിഡന്റും കൂടിയും എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതിനൊക്കെ ശേഷം എന്നൊക്കെ പറഞ്ഞു വന്ന് അവരെല്ലാവരും കൂടി വഴക്ക് കൂടിയപ്പോൾ ഒരു 2000-3000 ആള് കോർട്ടിന്റെ ഉള്ളിൽ ചെന്ന് അവർ പറഞ്ഞു അത്രേ, ഞങ്ങൾ ലിഞ്ച് ചെയ്ത് അവസാനിപ്പിക്കുക, ഒരക്ഷരം മിണ്ടരുത് ഈ കാര്യത്തിനെ പറ്റിയിട്ടെന്ന്. പോലീസുകാരൻ പറഞ്ഞത് എന്താ? നീ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവളെ വെടിവെച്ച് കൊന്നില്ലേ, നീയും ഇതാ വെടിയുണ്ടയ്ക്ക് ഇരയാവണം എന്ന് പറഞ്ഞു അത്രേ. ഇങ്ങനെ സംഭവങ്ങൾ നടന്നാൽ അതൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ പൊതു മനസ്സാക്ഷി ഉയർന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ അലംഭാവത്തോടു കൂടി വീട്ടിലിരുന്നാൽ ഏതോ ഒരു പെൺകുട്ടി ഏതോ ഒരു വനിതയ്ക്കല്ലേ ഇത് സംഭവിച്ചത്, ഞാൻ എന്തു വേണം എന്ന് വിചാരിച്ച് എന്റെ വീട്ടിലല്ലല്ലോ അയൽവക്കല്ലേ തീ പിടിച്ചത് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല കൂട്ടരെ, നടക്കില്ല. സമൂഹം എന്നൊരു വിചാരം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായേ പറ്റുള്ളൂ. ആ സമൂഹ മനസ്സാക്ഷി എന്നൊരു മനസ്സാക്ഷി വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നാം അലംഭാവത്തോടു കൂടി കാണാൻ പാടില്ല. ഇങ്ങനെ ജനങ്ങൾ ഉയർന്നു എന്ന് വരുമ്പോഴാണ്
അമേരിക്കയിൽ ഒരാൾ എന്തോ കാരണത്താൽ തോക്കും കൊണ്ടുപോയി എത്ര കുട്ടികളെയാണ് ഇന്നസെന്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്നത്. എന്താ അതിന് കാരണം? നിങ്ങൾ പറയും ആ വെടിവെച്ച് കൊന്നത് തെറ്റിയെന്ന്. ഞാനും സമ്മതിക്കണു. അങ്ങനെ ഒരാൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? മനസ്സിന്റെ സമനില തെറ്റിപ്പോണ്ടുണ്ടല്ലോ. നമുക്ക് സമനില തെറ്റിയാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാ പെരുമാറുക. ആ സമനില തെറ്റുന്നത് എന്തുകൊണ്ട്? എന്താണ് അതിന് സാഹചര്യം? എങ്ങനെയാണ് മനുഷ്യ മനസ്സിനെ പരിപാലിക്കേണ്ടത്, വളർത്തേണ്ടത്? അതിന് നിഷ്ഠയും നിയന്ത്രണവും നിയമനങ്ങളുമെല്ലാം എന്ത് എന്ന് ചിന്തിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കൂട്ടരെ. അതാണ് ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത്. വെറുതെ അല്ലാതെ. ധർമ്മം 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 എന്ന് പറഞ്ഞ വാക്കിന് എന്താ അർത്ഥം? നമ്മുടെ ഹിന്ദുക്കളെ ഒരു ഹിന്ദു മതം എന്ന് പറയും. നമുക്ക് ഒരു മതവും ഇല്ല. മതശബ്ദത്തിന് അർത്ഥം അഭിപ്രായം എന്നാണ്. നമ്മളുടെ മതം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഏഷാ മനീഷാ മമ എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ള അഭിപ്രായം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മതം ഉപയോഗിക്കുന്നത്, അല്ലാതെ റിലിജൻ എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ ഹിന്ദുക്കളുടെ ഒരു ധർമ്മസംഹിതയാണ്, ഒരു ധർമ്മശാസ്ത്രമാണ്. ആ ധർമ്മശാസ്ത്രത്തിന്റെ പരിസമാപന വേള അതാണ് അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യുന്നത്. സൃജതീതമവ്യയോ യേവ രക്ഷത്യവലുംബതേ ജയഃ തസ്യാബലാഹ ക്രീഡനമാഹുരീശിതുഃ ചരാചരം നിഗ്രഹ സംഗ്രഹേ പ്രഭുഃ. ഇങ്ങനെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ എൻ്റെ മനസ്സ് ആലോചിക്കുക, നമ്മെ കൊണ്ട് ഇതൊന്നും തീർക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കാട്ടാള ലോകമാണല്ലോ അപ്പാ, ഒരു ക്രൂര വിനോദികളുടെ ലോകമാണല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സ് മുഷിയെ, എൻ്റെ ശാന്തി കെടുകയെ പറ്റില്ല. അത് കെടുത്താതെ ഇരിക്കാനാണ് നമ്മുടെ ദാർശനികവും അധ്യാത്മവുമായിരിക്കുന്ന ചിന്താഗതിയും ആ പാരമ്യത വീക്ഷണത്തിലുള്ളത്. അതാണ് പ്രതിപാദിച്ചു കൊടുക്കുന്നത്. എന്താ കാരണം? 7ാമത്തെ ദിവസം ദ്വാരക മുഴുവനും മുങ്ങാൻ പോണു. കൃഷ്ണന്റെ വംശം മുഴുവനും തമ്മിത്തല്ലി നശിക്കും. അതൊന്നും കാണാൻ നിൽക്കാതെ ഉദ്ധവനെ ദ്വാരക വിട്ട് കൃഷ്ണപരമാത്മാവിനെയും വിട്ടുപോണം. ആ പോകാനുള്ള മനസ്ഥിതി ഉണ്ടാവണം. അപ്പൊ ഒരു ഭാഗത്ത് ധാരാളം വൈരാഗ്യം, മറുഭാഗത്ത് പൂർണ്ണ ദർശനം, ആത്മബലം വേണ്ടുവോളം ഇതൊക്കെ ഉണ്ടായാലേ ഉദ്ധവന് പോവാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി അവസാന ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, തത്വങ്ങൾ. ഇതുപോലെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാം ആത്മാവാണെന്ന്. നവയോഗികൾ പിപ്പലായനൻ പറയുകയാണ് ആ നവയോഗി സംവാദത്തിൽ, സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ യസ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച പ്രാണേന്ദ്രിയാണി ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. പരമമായ സത്യം എവിടെയാ കിടക്കുന്നത്? സ്ഥിത്യുദ്ഭവ പ്രളയഹേതുഹു. ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതി, ഇതിന്റെ ഉദ്ഭവം, ഇതിന്റെ പ്രളയം, ഇതിന് മൂന്നിനും കാരണം ഒന്നേ ഒന്നാണ്. ഈ പ്രപഞ്ചം അനന്തമാ. ഈ അനന്തമായിരിക്കുന്ന പ്രപഞ്ചം എങ്ങനെ ഉണ്ടാവണു? ആരുണ്ടാക്കണു? ഇതാരാണ് നിലനിർത്തുന്നത്? അവസാനം ഇത് പാർശ്വികമായോ മുഴുവനായോ നശിച്ച് ലയിച്ചു പോണത് എങ്ങനെ? ഇതിനെല്ലാറ്റിനും കാരണം ഒന്നേ ഒന്നാണ്. ആ ഒന്നിനെ നമ്മൾ എങ്ങോട്ട് കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? പ്രപഞ്ചം മുഴുവനും സഞ്ചരിച്ച് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എന്നാൽ കാണണം എന്നുള്ള ജിജ്ഞാസ മനസ്സിനുമുണ്ട്. ഞാൻ ഈ പറയുന്ന വിചാരഗതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണോ? ഈ പ്രപഞ്ചം അനന്തമാണല്ലോ. അതിലെല്ലാ ദിക്കിലും ഒരുപോലെ വ്യാപിച്ചു കിടക്കുന്ന സത്യത്തെ നോക്കി കണ്ടുപിടിക്കുക സാധ്യമല്ല. പക്ഷെ അറിയണം എന്നുള്ള ജിജ്ഞാസ നമുക്ക് മനസ്സിനുണ്ടേനും ആ ജിജ്ഞാസയെ തൊടുത്തുവിടുന്ന പ്രകൃതി ആ ജിജ്ഞാസയെ സഫലമാക്കാനുള്ള വഴിയും നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ എങ്ങനെയാണ് ഞാൻ അതിനെ കണ്ടുപിടിക്കുക? യസ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച. അതേ സത്യം തന്നെയാണ്, കേട്ടോളൂ. അതേ സത്യം തന്നെയാണ്. നിങ്ങൾക്ക് 3 അവസ്ഥകളുണ്ടല്ലോ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 ആ 3 അതേ സത്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രതിദിനം നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടാവുന്നില്ലേ? നിങ്ങൾ ഉണർന്നിരിക്കണില്ലേ? അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ ഇല്ലാതെയായിട്ടാണല്ലോ ഉണരുന്നത്. ആ ഉണർന്നു കഴിഞ്ഞ് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോൾ ആ ഉണർവ് എന്ന് പറയുന്നതും ഇല്ലാതെയാവുന്നുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ സ്വപ്നം കാണുമ്പോൾ സ്വപ്നവും ഉദ്ഭവിക്കുന്നുണ്ടല്ലോ, എണീക്കുമ്പോൾ അതും പോകുന്നുണ്ടല്ലോ. അപ്പൊ 3 സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഉള്ളിൽ പ്രതിദിനം നിരന്തരം നടക്കുന്നുണ്ടോ ഇല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? പ്രതിദിനം നിങ്ങളുടെ ജാഗ്രതനെ സൃഷ്ടിക്കുന്നു, അതിനെ ലയിപ്പിക്കുന്നു. ഉറക്കത്തിനെ സൃഷ്ടിക്കുന്നു, അതിനെ ലയിപ്പിക്കുന്നു. സ്വപ്നത്തിനെ സൃഷ്ടിക്കുന്നു, അതിനെ ലയിപ്പിക്കുന്നു. അതേ ശക്തി തന്നെയാണ്
ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യിപ്പിച്ച് ലയിപ്പിക്കുന്നതും. അപ്പൊ അത് വിദൂരമല്ല, സമീപസ്ഥമാണ്, നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ളതാണ്. പ്രാണേന്ദ്രിയാണി ഹൃദയാനി ചരന്തിയേന. ഇനി നമുക്ക് ഈ 3 അവസ്ഥയിൽ ഉറക്കം നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. സ്വപ്നം അതും കയ്യിൽ കിട്ടില്ല, ജാഗ്രത മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ വേണം തപ്പാൻ. അങ്ങനെ തപ്പിയാലോ പ്രാണ ഇന്ദ്രിയാണി ഹൃദയാനി ചരന്തി ഏന. ഏത് ശക്തിയാണോ നിങ്ങളുടെ പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രവർത്തിപ്പിക്കുന്നത്, ആ ശക്തി തന്നെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാര ഹേതു. പ്രേക്ഷകരെ മനസ്സിലായോ? പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന ആ ശക്തിയുണ്ടല്ലോ, ആ ശക്തി വേറെ ഒന്നുമല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തിലുള്ള 3 അവസ്ഥകളെ രചിച്ച് ഇല്ലാതെയാക്കുന്നുണ്ടല്ലോ പ്രതിദിനം, ആ ശക്തി തന്നെയാണ് മറ്റേത്, വ്യത്യാസമില്ല. അപ്പൊ നിങ്ങളുടെ അനുഭവത്തിന്റെ ഉള്ളിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കൂ. തദവേഹി പരം നരേന്ദ്ര. മഹാരാജാവേ, ഇതാണ് പരമസത്യം എന്ന് മനസ്സിലാക്കിക്കോളൂ. ഈ ലോകത്തിലെ എല്ലാം കൂടി ഒന്നേ ഉള്ളൂ, രണ്ടില്ല. വസ്ത്രതന്തു കിരീട കുണ്ടല നിഷ്ക കാഞ്ചന കുണ്ടിക മൃദ്വദേവമിദീക്ഷിതാമിഹ ചൈകമേവ ഹി വസ്തുതഃ കാരണാദ്വ്യതിരിക്തമസ്തി ന കാര്യവസ്തു കദാചനേ ത്യാത്മമാത്ര വിലോകനം തു അപവാദമാഹുരമുംബുധാ. ശങ്കുകവി എന്നൊരു കവി ഉണ്ടായിരുന്നു തമിഴ്നാട്ടില്. അദ്ദേഹത്തിന്റെ രചനയാണ്, ഈ സംസ്കൃത രചനയാണ്. ഇതിന് മൂലഗ്രന്ഥം തമിഴിലാണ്. അതിൽപ്പെട്ട ഒരു ശ്ലോകമാണ്, വിശേഷപ്പെട്ട ഒരു ശ്ലോകം. വസ്ത്രതന്തു കിരീട കുണ്ടല നിഷ്ക കാഞ്ചന കുണ്ടിക മൃദ്വദേവം. ഈ ലോകത്തിലെല്ലാം കൂടി ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? ഏതുപോലെയാ? വസ്ത്രതന്തു, പല വിധത്തിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ അണിയുന്നത്. എന്നാൽ ഇതെല്ലാം ഒരേ തരത്തിലുള്ള പഞ്ഞ. പഴയ കാലത്ത്, ഇന്നത്തെ കാലത്ത് വേറെ ഫാബ്രിക് ഉണ്ട്. ഒരേ തരത്തിലുള്ള നൂല് കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പൊ ആ നൂലിന്റെ വർദ്ധിത രൂപം, പരിണമിത രൂപമാണ് ഈ കാണുന്ന വസ്ത്രങ്ങൾ മുഴുവനും. കിരീട കുണ്ടല നിഷ്ക കാഞ്ചന. കിരീടം സ്വർണം കൊണ്ടുണ്ടാക്കിയതാ, കുണ്ടലം സ്വർണം കൊണ്ടുണ്ടാക്കിയതാ. നിഷ്കം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സ്വർണ്ണ കോയിൻ, നാണയം. ഇതെല്ലാം ഒരുപോലെ സ്വർണമയം. എങ്ങനെയോ? കുണ്ടികാ മൃദ്വത്. പലതരത്തിലുള്ള ചുമരുകളുണ്ട്. ആ ചുമരുകളുള്ള വെട്ടുകല്ല്, കരിങ്കല്ല്, ഇന്നത്തെ കാലത്ത് സോളിഡ് ബ്രിക്സ്, എങ്ങനെ പലതും ഉണ്ട്. ഇതൊക്കെ ഭൗമമായിരിക്കുന്ന ദ്രവ്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഭൂമിമയമാണ്. ഇങ്ങനെ എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണൂ. ഈ പറഞ്ഞ സാമഗ്രികളെല്ലാം ഒന്നേ ഒന്നാണല്ലോ. വസ്ത്രങ്ങൾ മുഴുവൻ നൂലുകൊണ്ടുണ്ടാക്കിയത്, സ്വർണ്ണാഭരണങ്ങളും കിരീടങ്ങളും ആണയങ്ങളും എല്ലാം സ്വർണം കൊണ്ടുണ്ടാക്കിയത്, ഭിത്തികളെല്ലാം മണ്ണുകൊണ്ടുണ്ടാക്കിയത്. ഇങ്ങനെ കാണൂ. ചൈകമേവ ഹി വസ്തുതഃ. ഇവിടെ കാണുന്ന വസ്തുക്കൾ മുഴുവൻ ഇങ്ങനെ ഒന്നേ ഒന്നാണ്. കാരണാദ്വ്യതിരിക്തമസ്തി ന കാര്യവസ്തു കദാചനേത്യാത്മമാത്ര വിലോകനം. കാരണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമില്ല. കാരണത്തിന്റെ പരിണത രൂപമാണ് കാര്യം മുഴുവനും. അങ്ങനെ ബ്രഹ്മമാണ് ഇതിന്റെ കാരണം. സുവർണാജായമാനസ്യ സുവർണത്വം യഥാ ഭവേത് ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം ച തഥാ ഭവേത്. സ്വർണം കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങൾ എല്ലാം തന്നെ എങ്ങനെ സ്വർണമയമോ അതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് സംജാതമായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും ബ്രഹ്മമയം. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് മഹാവാക്യങ്ങളെല്ലാം. സർവം വിഷ്ണുമയം ജഗത് സർവം ഖൽവിദം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ. ഇതൊക്കെ നമ്മുടെ ഉപനിഷത്തുകളിലെ മഹാവാക്യങ്ങളാണ്. ആ മഹാവാക്യങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മുഴുവനും സുവർണാജായമാനസ്യ സുവർണത്വം യഥാ ഭവേത് ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം ച തഥാ ഭവേത്. ഈശ്വരിൽ നിന്ന്, പരമാത്മാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഈ വസ്തുക്കൾ മുഴുവനും പരമാത്മമയം തന്നെ. അതിനൊരു ദൃഷ്ടാന്തം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയുക? നമുക്ക് വെള്ളമുണ്ട്. ആ വെള്ളം നല്ലപോലെ ചൂടാക്കിയാൽ എന്താവും? തിളപ്പിച്ചു കഴിഞ്ഞാൽ നീരാവിയാവും. സ്വതവേ വെള്ളം നിലത്തിൽ ഒഴുകുന്നതാ. എന്നാൽ തിളപ്പിച്ച് ചൂടാക്കിയാലോ അത് നീരാവിയായി പറന്ന് മുകളിലേക്ക് പോവും.
നിലത്തിലൊഴുകുന്ന വെള്ളം എങ്ങനെയാ ഈ പറക്കണത്? നമുക്കുണ്ടാവുന്ന മഴ മുഴുവൻ എങ്ങനെയാ? സമുദ്രജലം അതിൻ്റെ പരപ്പിൽ നിന്ന് നീരാവിയായി മേൽപോട്ട് ഉയർന്ന് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് പലയിടത്തും പോയി തണുത്തതിന് ശേഷം വേണ്ടത്ര തണുപ്പായാൽ മഞ്ഞോ മഴയോ ആയിട്ട് താഴത്ത് വരിക. വെള്ളം ചിറകില്ലാതെ പറന്ന് മേഘമായി തീർന്ന് വർഷമായി താഴത്തേക്ക് വരുന്നു. അതേ വെള്ളത്തിനെ തണുപ്പിച്ചാലോ നല്ല വെള്ള നിറത്തിലുള്ള ഐസ് കട്ടിയായി അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നടക്കാം. ഒരേ ഒരു സാധനത്തിൻ്റെ 3 രൂപമാണിത്. ഒന്ന് നീരാവി, ഒന്ന് ദ്രവരൂപത്തിലുള്ള വെള്ളം, പിന്നെ ഒന്ന് കട്ടി രൂപത്തിലുള്ള ഐസ്. അതുപോലെ ഘനീഭവിച്ചുണ്ടാകുന്നതാണ് ഇത് മുഴുവനും. ഇതിലൊക്കെ കാരണം H2O, ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ്. കാരണാദ്വ്യതിരിക്തമസ്തിന കാര്യവസ്തു കഥാചനേത്യാത്മമാത്ര വിലോകനം. അതേപോലെ വിചാരം ചെയ്ത് ഈ കാണുന്നത് മുഴുവനും ആത്മമാത്രമായി തീരണം നിങ്ങൾക്ക്. ഇതിനാണ് ആത്മമാത്രമായി തീരണം നിങ്ങൾക്ക്. ഇതിനാണ് അപവാദം നേതി ഇതല്ല എന്ന് പറയുന്ന മാർഗം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കുറേയൊക്കെ അനുഭവസിദ്ധമാവണം. ഞാൻ വെറുതെ നല്ല ദാർശനിക കാര്യങ്ങളാണ് പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നതാണിത് എന്ന്. ഉദ്ധവന് ദ്വാരക വിട്ടു പോകാനുള്ള മനസ്ഥിതി ഉണ്ടാവണം. ഒരു തരത്തിലും ഒരു കുറവ് വരരുത്. കൃഷ്ണപരമാത്മ അവനോട് തോന്നുന്ന ഭക്തിക്ക് ഒരു കോട്ടവുമില്ല അവിടെ. 7-ാം ദിവസം ഒക്കെ നശിച്ചു പോവാണ്. അതിനു മുൻപ് നാശമില്ലാത്തൊരു സ്ഥലത്തേക്ക് ബദരികാശ്രമത്തിലേക്ക് ചെല്ലാൻ പറ്റണം. ഉദ്ധവൻ തന്നെ വിചാരിച്ചാൽ പറ്റുന്നില്ല. ആ അധ്യാത്മ തത്വങ്ങളുടെ പ്രയോജനത്തിൽ ഒരു പ്രയോജനമാണ് 7-ാം ദിവസം മരിക്കാൻ പോകുന്ന പരീക്ഷത്തിനെ മരണമില്ലാത്തവനാക്കി തീർക്കണം, മരണഭയമില്ലാത്തവനാക്കി തീർക്കണം. അതായിരുന്നു ഒരു ഉദ്ദേശം. ഇവിടെ ഇപ്പോൾ ഉദ്ധവനെ നോക്കി പറയുന്നതോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലുള്ള ആശാപാശങ്ങൾ മുഴുവനും അവയെ വിട പറയിച്ച് താൻ സ്വതന്ത്രനായി കൃഷ്ണനോടുള്ള ഭക്തി മാത്രം പേറി എല്ലാ ദിക്കിലും കൃഷ്ണനെ കണ്ടുകൊണ്ട് ബദരികാശ്രമത്തിൽ ചെന്ന് വിശ്രമിക്കണം, കണ്ണടച്ച് ധ്യാനിക്കണം. അതിനുള്ള തയ്യാറെടുപ്പാണ്. തസ്മാന്നഹ്യാത്മനോന്യസ്മാത് അന്യോഭാവോ നിരൂപിതേയം ത്രിവിധ നിർമൂലാഭാതിരാത്മനി ഇതം ഗുണമയം വിദ്ധി ത്രിവിധം മായയാകൃതം. നിങ്ങളൊക്കെ ഇത്തിരി അകന്ന എന്നിൽ നിന്നിരിക്കണത്. ഒന്നിലോ അദൃശ്യരാണ് എനിക്ക്, അല്ലെങ്കിൽ അകന്നിരിക്കുന്നു. ഈ അകന്നിരിക്കുന്നവർക്ക് അടുത്തിരുന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലായോ എന്ന് ചോദിക്കാം, നിർത്താം. പക്ഷെ ഇങ്ങനെ ഒരു പൊതുപ്രസംഗത്തിൽ അത് സാധ്യമല്ല. തസ്മാന്നഹ്യാത്മനോന്യസ്മാത് ഇങ്ങനെ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞൊപ്പിച്ചതിന് ശേഷം പറയുകയാണ്. അതുകൊണ്ട് ഉദ്ധവ ആത്മനഃ അന്യസ്മാത് അന്യഃ, ഈ ആത്മാവിൽ നിന്ന് വിഭിന്നമായോ വ്യത്യസ്തമായോ അന്യോ ഭാവോ നിരൂപിത. അനാത്മ എന്നൊന്നും ഇല്ല ഇവിടെ. ആത്മാ മാത്രമേ ഉള്ളൂ. നിങ്ങളാണ് ശരീരം ആത്മാവല്ല എന്ന് പറയുന്നത്. ആത്മാ സർവവുമാണെങ്കിൽ ഉള്ളതൊക്കെ അതാണല്ലോ. ശവശരീരം പോലും അതാണല്ലോ. ആത്മാവിൻ്റെ പരമഭാവം അതാണ്. ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല. അറിവുള്ളവരാരും ഇവിടെ നിരൂപിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല, നിഗമനത്തിലെത്തിയിട്ടില്ല. വെള്ളം തന്നെയാണ് നീരാവി, ആ നീരാവിയും വെള്ളവും തന്നെയാണ് ഐസ്. പരബ്രഹ്മം ഘനീഭവിച്ചുണ്ടായതാണ് പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളിൽ ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല. അതെപ്പോഴും അത് തന്നെ. മനസ്സിൽ പുറപ്പെടുന്ന ചിന്ത മുഴുവനും മനസ്സ് വിട്ട് വേറെ ഒരു പൊരുളല്ല. മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ മുഴുവനും മനസ്സല്ലാതെ വേറെ ഒരു വസ്തു അതിലില്ല. ആ വികാരങ്ങൾ അറിവില്ലാത്തത് കൊണ്ട് നിങ്ങളിൽ വിക്ഷുബ്ധത രചിക്കുന്നതാണ്. ഈ ബലാത്സംഗം എന്നൊക്കെ പറയുന്നത് എന്താ? ക്രമത്തിലധികം കാമവികാരം മനസ്സിലോ ശരീരത്തിലോ വരുമ്പോഴാണ്. അതിൻ്റെ ഉറവിടം എൻ്റെ ഉള്ളിലാണ്. അതിനെ അടക്കാനുള്ള ശക്തി എനിക്കുണ്ട് എന്നൊരാൾ വിചാരിച്ചാൽ ആ വികാരം പിന്നെ പൊട്ടിപ്പുറപ്പെടില്ല, അത് അടങ്ങി നിന്നോളും. അതിൻ്റെ കൂടെ ഞാൻ ദുർബലനാണെന്ന് വിചാരിച്ച് ഓടുമ്പോഴാണ് ഈ പോക്ക്. നിങ്ങൾക്ക് ആത്മബലം വേണം. ഒരു കസേരയിൽ ശരീരത്തിനെ പിടിച്ചിരുത്തുന്നത് മാതിരി മനസ്സിനെ അതിൻ്റെ തന്നെ സത്താവിശേഷത്തിൽ പിടിച്ചിരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള ശക്തിയുണ്ട്. ആത്മാവ് തന്നെയാണ് ആത്മാവിൻ്റെ ബന്ധു. അത് വിട്ടൊരു ബന്ധു നമുക്കില്ല. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം ഉപസാദയേ. നാം നമ്മെ തന്നെ ഉയർത്തണം.
നമ്മുടെ തന്നെ പ്രയത്നത്താൽ, വീണ്ടും വിചാരത്താൽ അങ്ങനെ ഉയർത്താനും താഴ്ത്താനും നമുക്ക് നാം തന്നെയാണ് കാരണക്കാര്. പുറമേയുള്ള ഒരു ശക്തിയില്ല. തസ്മാന്നഹ്യാത്മനോന്യസ്മാത് അന്യോ ഭാവോ നിരൂപിതഃ നിരൂപിതേയം ത്രിവിധ നിർമൂല ഭാതിരാത്മനി. ഇവിടെ എല്ലാം കൂടി 3 വിധത്തിലുള്ള സത്താവിശേഷങ്ങളാണുള്ളത്. ആധ്യാത്മികം, ആധിദൈവികം, ആദിഭൗതികം എന്ന് 3. അല്ലെങ്കിലോ ജാഗ്രത്, സുഷുപ്തി, സ്വപ്നം എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങള്? നിങ്ങളുടെ ഈ പ്രപഞ്ചം മുഴുവൻ എപ്പോഴാ എണീറ്റാൻ? ഒരാൾ എണീക്കാതെ കിടക്കുകയാണെന്ന് വെച്ചോട്ടെ, അയാൾക്ക് പ്രപഞ്ചം ഉണ്ടോ? നിങ്ങൾ എത്ര കഥന പൊട്ടിച്ചിട്ടും മാലപ്പടക്കം പൊട്ടിച്ചിട്ടും ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. നമ്മൾ എണീക്കുമ്പോഴാണ് ലോകം. എണീക്കുന്നത് ഞാൻ, താൻ ഒറ്റയ്ക്ക് വ്യക്തിഗതമായിട്ടാണ് എണീക്കുന്നത്. ആ ഉണർച്ച, ആ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ പ്രപഞ്ച വിസ്താരത്തിന് മുഴുവനും ഉണ്ടാക്കുന്നത്. പ്രപഞ്ച വിസ്താരത്തിന് മുഴുവനും ഉണ്ടാക്കുന്നത് ജാഗ്രത അവസ്ഥയാണ്. അപ്പൊ ജാഗ്രതയിൽ നിന്ന് പൊട്ടി വിരിയുന്നതാണ് പ്രപഞ്ചം എന്ന് ഈ സദസ്സ് മനസ്സിലാക്കുവോ? ജാഗ്രത, നിങ്ങൾ ഉണരുമ്പോഴാണ് പ്രപഞ്ച വിസ്തൃതി ഉണ്ടാവുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോഴോ ആ വിസ്താരം മുഴുവനും ശീലക്കുട മടക്കിയമാതിരി ടപ്പ് എന്ന് മടങ്ങി ആമ 4 കാലും തലയും പിടിച്ചു വലിച്ചിട്ടും ഇരിക്കണ മാതിരി അങ്ങോട്ട് ഇരുന്നു. അപ്പൊ ഇവിടെ 3 വിധത്തിലുള്ള പ്രകടനമാണ്. ആ 3 വിധം എന്താ? ജാഗ്രത് എന്ന് പറയുന്ന ഒരവസ്ഥ, സുഷുപ്തി എന്ന് പറയുന്ന ഒരവസ്ഥ, ഉറക്കം, സ്വപ്നം എന്ന് പറയുന്നത്. നിർമൂലാഭാതിരാത്മനി. ഇത് 3 വേറെ ആയിട്ട് അവിടെ ഇരിക്കുന്നില്ല. ഒരേ ഒരുത്തൻ തന്നെയാ ഉണരുന്നത്, അവൻ തന്നെയാ ഉറങ്ങുന്നത്, അവൻ തന്നെയാ സ്വപ്നം കാണുന്നത്. ഈ 3 അവസ്ഥകളിലും അവനിൽ മാത്രം നിക്ഷിപ്തമാണ്. ഇപ്പൊ നിങ്ങൾ കിടന്നുറങ്ങുമ്പോ വേറൊരാൾക്ക് ഉറക്കണ്ട. ഇപ്പൊ നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങി, ഞാൻ ഉറങ്ങി, താനും ഉറങ്ങി എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഉറങ്ങി, ആ ഉറക്കം നമുക്ക് ബാധകം. നമ്മൾ ഉണർന്നു, അത് നമുക്ക് ബാധകം. നമ്മൾ സ്വപ്നം കണ്ടു, അത് നമുക്ക് ബാധകം. അപ്പൊ അതിലെ ഒറ്റയ്ക്ക് വ്യക്തിഗതമായിട്ടുള്ള ഒരവസ്ഥയാണത്. നിർമൂലാഭാതിരാത്മനി. അവനവന്റെ തന്നെ ഉള്ളുണർവല്ലാതെ, ശുദ്ധബോധമല്ലാതെ ഈ ജാഗ്രതനോ സ്വപ്നത്തിനോ സുഷുപ്തിക്കോ കാരണമായി ഒന്നും തന്നെ ഇല്ല വേറെ. ഇതം ഗുണമയം വിദ്ധി ത്രിവിധം മായയാകൃതം. ഈ കാണുന്നത് മുഴുവൻ ഗുണമയമാണ്, ഗുണമയമാണ്, ഗുണമയമാണെന്ന് കണ്ടോളൂ. ഗുണം എന്ന് പറയുന്നത് എന്താ? സാധാരണ അർത്ഥത്തിലുള്ള ഗുണം ദോഷമല്ല. പ്രകൃതിയുടെ 3 ഘടകങ്ങൾ, അടിസ്ഥാന ഘടകങ്ങളായിരിക്കുന്ന സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് പറയുന്ന 3. സത്വഗുണത്തിൽ നിന്നാണ് പ്രകാശം, സുഖം, ജ്ഞാനം. രജോ ഗുണത്തിൽ നിന്നാണ് പ്രവൃത്തി, അതിന് കാരണഭൂതമായ കാമക്രോധാദികൾ. പിന്നെയോ തമോ ഗുണം എന്ന് പറഞ്ഞാലോ അജ്ഞാനം, തമസ്, അന്ധകാരം, ഇതൊക്കെയാണ്, ആലസ്യം. ഇങ്ങനെയുള്ള 3 ഗുണങ്ങൾ, ആ ഗുണങ്ങൾ വരുത്തി തീർക്കുന്നതാണ്. ഇപ്പൊ ഡൽഹിയിൽ നടന്നത് എന്താ? ആ ഉത്കടമായിരിക്കുന്ന തമോ ഗുണത്തിന്റെ പ്രകടനമാണ്. ആ തമോ ഗുണം പ്രകൃതിയുടെയാ. അങ്ങനെ ഒരു ഗുണം പ്രകൃതിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രവൃത്തി നടക്കുമായിരുന്നില്ല. അതിനെതിരെ നടപടിയെടുക്കുന്നതോ സത്വവും രജസ്സും എടുക്കുന്ന നടപടിയാണ് അതിനെതിരെ ഉള്ളത്. അങ്ങനെ ഗുണങ്ങൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും ഒരു സംഘട്ടനവും ഒരു സംക്രമണവും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ത്രിവിധം മായയാകൃതം. ഇത് മുഴുവനും പരബ്രഹ്മത്തിന്റെ തന്നെ, പരമാത്മാവിന്റെ തന്നെ ഇൻസ്ക്രൂട്ടബിൾ പവർ, അചിന്ത്യമായിരിക്കുന്ന ഒരു ശക്തിയുടെ വിശേഷം എന്നേ പറയാൻ പറ്റുള്ളൂ. തസ്മാന്നഹ്യാത്മനോന്യസ്മാത് അന്യോ ഭാവോ നിരൂപിതഃ നിരൂപിതേയം ത്രിവിധ നിർമൂലാഭാതിരാത്മനി. ഇതം ഗുണമയം വിദ്ധി ത്രിവിധം മായയാകൃതം. എവിടെയാ കൃഷ്ണൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? ഇത് മുഴുവനും ഒരു മായയാണ് ഉദ്ധവ. ഇവിടെ നാം ജനിക്കും, നാം വളരും, പഠിക്കും, പലരും വിവാഹം കഴിക്കും, മക്കളുണ്ടാവും, വീടും കുടിയൊക്കെ മേടിക്കും, പലരും മരിച്ചു പോകും. അപൂർവം ചില അകാല മരണ സംഭവങ്ങളും ഉണ്ടാവാം. ചിലർ മരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാലും അവർ വിചാരിച്ചാലും മരിക്കില്ല. ചിലർ ജീവിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഇടയിൽ മരിച്ചും പോകും. അങ്ങനെ പലതരത്തിലുള്ള കോലാഹലങ്ങൾ നടക്കുന്നതാണ് ഈ ലോകം. നമ്മുടെ മനസ്സ് അതിനൊക്കെ തയ്യാറായിട്ടിരുന്നോട്ടെ. ഈ ലോകം നമ്മുടെ സൃഷ്ടിയല്ല. അത് നമ്മുടെ ചൊൽപ്പടിക്ക് ഒരു കാലത്തും ഒട്ട് നടക്കൂല. അതിൽ നടക്കുന്നതിനെ മുഴുവൻ സംലയിപ്പിച്ചെടുക്കാനുള്ള, സ്വാംശീകരിച്ചെടുക്കാനുള്ള ഒരു ശക്തിവിശേഷം നമ്മുടെ മനസ്സിന് തന്നിട്ടുണ്ട്.
ഒരു ഭാഗത്ത് ജഗദീശ്വരനോട് അങ്ങേയറ്റത്തെ ഭക്തി അടിയറ വയ്ക്കൽ, മറുഭാഗത്ത് വേണ്ടുവോളം വൈരാഗ്യം ഈ പ്രപഞ്ചത്തിനോട്. എന്ത് തന്നെ വന്നാലും നമുക്കിവിടെ ഒരു ലാഭവും ഉണ്ടാവാനില്ല, ഒരു നഷ്ടവും നമുക്ക് വരാനില്ല. എല്ലാം കൂടിയിട്ട് ഒന്നേ ഉള്ളൂ ഇവിടെ. ആ ഒന്നിനെ മനസ്സിൽ അനുസന്ധാനം ചെയ്തുകൊണ്ട് ജീവിച്ചോളൂ. പരമാവധി മനുഷ്യർക്ക് സഹായം ചെയ്യുക. ഒരാളെയും പൂടി നുള്ളി ഇടാൻ പോണ്ട, ഉപദ്രവിക്കണ്ട. ഒരൊറ്റ ആള് നേരെയാവണ്ടെന്ന് വിചാരിക്കരുത്. എല്ലാവരും നേരെയാവട്ടെ, നന്നാവട്ടെ എന്നുള്ള വിചാരം നിങ്ങൾ വെച്ചോളൂ. ആ വിചാരം കൊണ്ട് നിങ്ങൾക്ക് നന്നാവല് 100, 1000, 10,000 ഇരട്ടി സംഭവിക്കും. അതൊരൊറ്റ വഴിയേ ഇവിടെയുള്ളൂ, വേറെ ഒന്നുമില്ല. ദ്വാരകയുടെ പോക്ക് നമുക്ക് നിർത്താൻ പറ്റില്ല. കൃഷ്ണന്റെ സ്വർഗാരോഹണം ഇവിടെ നിർത്താൻ പറ്റില്ല ഉദ്ധവ. അതുകൊണ്ട് ഉദ്ധവൻ അതൊക്കെ പ്രകൃതിക്ക് വിട്ട് ഉദ്ധവന്റെ പാട്ടിൽ പൊക്കോളൂ ഇപ്പൊ തന്നെ എന്ന്. കേൾക്കുന്നുണ്ടോ? നടക്കുമോ? അത് പരീക്ഷിത്താണത് കേൾക്കുന്നത്. ആ തക്ഷകൻ വന്ന് കടിക്കാൻ പോകുന്ന ആ ദുരന്തം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രക്ഷപ്പെട്ടു അദ്ദേഹം. തക്ഷകൻ തോറ്റു, പരീക്ഷിത്ത് ജയിച്ചു. തക്ഷകൻ കടിക്കാത്തത് കൊണ്ടല്ല, കടിച്ചു. അതിൽ നിന്ന് വിഷാഗ്നി ഉയർന്നു, അതിൽ ശരീരം ദഹിച്ചു. പക്ഷേ പരീക്ഷിത്ത് ഉണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കാൻ. നോക്കൂ നമ്മുടെ ശാസ്ത്രത്തിന്റെ മഹിമ, നമ്മുടെ തത്വത്തിന്റെ മഹിമയൊന്ന് നോക്കൂ. അവിടെ തക്ഷകൻ വന്നതും കടിച്ചതും ദഹിച്ചതും ശരിയാ. പക്ഷെ ആരെ ഉദ്ദേശിച്ച് കടിച്ചോ ആ പരീക്ഷിത്ത് പരമഹംസനായി തീർന്ന് തൻ്റെ ഉള്ളിൽ തന്നെ വിലയം പ്രാപിച്ചിരുന്നു. അതുകൊണ്ട് ഈ കടിക്ക് അർത്ഥമോ പ്രയോജനമോ ഇല്ല. അങ്ങനെ സർവവിധിയെയും നൈമിഷാരണ്യം സത്രത്തിൽ ഇരിക്കുന്നവരെ, ഉപവിഷ്ടരെ, സർവവിധിയെയും വെല്ലാൻ നിങ്ങൾക്ക് സാധിക്കും. ബാഹ്യമായല്ല, ആന്തരമായി ഉള്ളിൻ്റെ ഉള്ളിലൂടെ, ഉൾപ്രഭാവത്തിലൂടെ, ഉൾഉണർവിൽ അലിഞ്ഞു ചേർന്ന് ഒന്നായി തീർന്ന് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ലോകം മുഴുവനും ഒരു താദാത്മ്യം നമ്മുടെ മനസ്സിൽ വികസിക്കണം, ഉദിക്കണം, വിപുലമാകണം. അതിൽ നമ്മുടെ വ്യക്തിത്വം മുങ്ങിപ്പോണം. ഈ ലോകം ഒന്നുമല്ല. ഇവിടെ എല്ലാം കൂടി ഇതിന് അധിഷ്ഠാനമായിരിക്കുന്ന ഒരു തത്വം മാത്രമേ സർവവുമായിട്ടുള്ളൂ. ഇത് മുഴുവനും ഒരു മായയാണ്. മായ. ഇതിൽ കാശിന് കൊള്ളാവുന്നത് ഇവിടെ ഇല്ല. സർവ്വതും ഇവിടെ നശ്വരമാണ്. നമ്മുടെ ശരീരം നശ്വരം, വീട് നശ്വരം, ഭൂമി നശ്വരം, സൂര്യചന്ദ്രാദികൾ നശ്വരം, ശ്വസിക്കുന്ന വായു നശ്വരം. ഈ നശ്വരത്തിന് അധിഷ്ഠാനമായി ഞാൻ എന്ന് പറയുന്ന ആ ആത്മസത്തയുണ്ടല്ലോ, അത് മാത്രമേ ഇവിടെ സത്യമുള്ളൂ, അനശ്വരമുള്ളൂ. നിങ്ങൾ എന്തിനു പേടിക്കണു? പണക്കാരന്റെ ഉള്ളിലും ഈ ഞാനാണ്, പിച്ചക്കാരന്റെ ഉള്ളിലും അത് തന്നെ, ദുർബലന്റെ ഉള്ളിലും അതാണ്, ബലിഷ്ഠന്റെ ഉള്ളിലും അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളൊക്കെ ഏകാത്മരായിട്ടിരിക്കുന്നവരാണ്. നമുക്കൊരു വ്യത്യാസമില്ല. ഇത് ബുദ്ധി കൊണ്ട് വേണം മനസ്സിലാക്കാൻ, മനസ്സുകൊണ്ട് വേണം ഉണരാൻ, ഹൃദയം കൊണ്ട് വേണം നുകരാനും ആസ്വദിക്കാനും. അതാണ് ഇവിടെ സത്യം. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഭാരതത്തിൽ മാത്രമേ ഈ ഭാഷയുള്ളൂ, വേറെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഭാഷ കാണില്ല. നമ്മുടെ ശാസ്ത്രങ്ങൾ അനവധിയാണ്. ആ അനവധി ശാസ്ത്രങ്ങളിലുള്ള സത്യത്തെ ശങ്കരാചാര്യർ ചുരുക്കി അരശ്ലോകം കൊണ്ട് പറയുകയാണ്. ശ്ലോകാർദ്ധേന പ്രഭക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭിഃ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഃ. സമാപനമാണല്ലോ ഇത്തവണ ഞാൻ സംസാരിക്കുന്നത്, കേട്ടോളൂ. ശ്ലോകാർദ്ധേന പ്രഭക്ഷ്യാമി, പകുതി ശ്ലോകം കൊണ്ട് ഞാനിതാ പറയുന്നു. യദുക്തം ഗ്രന്ഥകോടിഭിഃ, കോടി ഗ്രന്ഥങ്ങൾ കൊണ്ട് എന്തെല്ലാമാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് മുഴുവനും ഞാൻ പകുതി ശ്ലോകം കൊണ്ട് 16 അക്ഷരം കൊണ്ട് പറയാമെന്ന്. എന്ത്? ബ്രഹ്മസത്യം ജഗന്മിഥ്യ. പരബ്രഹ്മം മാത്രമാണ് ഇവിടെ സത്യം. അച്ഛനും അമ്മയുമല്ല, കെട്ടിയവനും കെട്ടിയവളുമല്ല, ഉണ്ടായ കുട്ടികളല്ല, കെട്ടിയുണ്ടാക്കിയ വീടല്ല, നാം അധിവസിക്കുന്ന ഭൂമിയുമല്ല. നാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇത് മുഴുവനും മാഞ്ഞു പോകുന്നത് എവിടെ? ഒരൊറ്റ ഒരുത്തൻ തൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുമ്പോൾ അയാളുടെ ശരീരവും അധിവസിക്കുന്ന ഭൂമിയും പ്രപഞ്ചമണ്ഡലവും എല്ലാം തന്നെ ഇല്ലാതെയായി മാഞ്ഞു പോണു. ഇത് സത്യമാണോ? എന്നാൽ സത്യമാണെങ്കിൽ മായോ? മായില്ലല്ലോ. നമ്മൾ എണീക്കുമ്പോഴല്ലേ ഇത് ഉണരുന്നുള്ളൂ.
ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപരഃ. നമ്മുടെ ജീവനുണ്ടല്ലോ അത് ബ്രഹ്മം മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരൊറ്റ സ്ഥലത്തേക്ക് നിങ്ങൾ സത്യത്തിന് തേടി പോകരുത്, 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 പോകരുത്. നിങ്ങളുടെ ഉള്ളിലാണ് ഞാൻ ഞാൻ താൻ എന്ന് പറയുന്നതാണ് അതിനെ സൂചിപ്പിക്കുന്ന വാക്ക്, അതിനെ സൂചിപ്പിക്കുന്ന പ്രത്യയം, അതിനെ സൂചിപ്പിക്കുന്ന ആശയം. ഒരു കാലത്തും ഈ ഞാൻ ഇല്ലാതെയാവുന്നില്ല. ഞാൻ ഉറങ്ങി, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ഉണർന്നിരിക്കുന്നു, എനിക്ക് സൂക്കേട് വന്നു, എന്റെ കയ്യിലുള്ള കാശൊക്കെ പോയി, ഞാൻ ദരിദ്രനായി, പിന്നീട് ഞാൻ പണക്കാരനായി, ഇപ്പൊ നല്ല മഹാപ്രഭുവായി ജീവിക്കണു. ഇതിലെ എല്ലാറ്റിലും ഒരേ ഞാനാ കിടന്ന് കളിക്കണത്. എത്ര ഞാനുണ്ട്? പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണത്? നമ്മുടെ വ്യക്തിത്വത്തിൽ പാഞ്ചഭൗതികമായ ശരീരമുണ്ട്, ഒരു മനസ്സുണ്ട്, ഒരു ബുദ്ധിയുണ്ട്, ഒരു അഹങ്കാരമുണ്ട്, പരമാത്മാ പരമേശ്വരനുമുണ്ട്. ഇത് വിട്ട് ഒരു സാധനവും നമ്മുടെ ഉള്ളിൽ നുഴഞ്ഞു കയറാനില്ല. ഇതൊന്നും നമ്മളെ വിട്ടൊട്ട് പോകണമില്ല. നിങ്ങൾ പരിപൂർണരാണ്, പരിപൂർണരാണ്. ഈ ലോകത്തിൽ നിന്ന് കാശ് നമുക്ക് കിട്ടാനില്ല, ഇല്ല, ഇല്ല. വെക്കാനുള്ള സ്ഥലവുമില്ല. നാം നിറഞ്ഞിരിക്കുന്നവരാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, മനസ്സുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ബുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പരമാത്മാ സർവോപരി നമ്മളെ നിറച്ചിരിക്കുന്നു. ഈ നിറഞ്ഞ ഉൾ വ്യക്തിത്വത്തിൽ ഇനി ഒരെണ്ണത്തിനും സ്ഥാനമില്ല കൂട്ടരെ. നിങ്ങൾ തുള്ളി അങ്ങോട്ട് ചാടേൻ. അതാണ് നമുക്ക് വേണ്ടത്. യോഗരതോവാ ഭോഗരതോവാ സംഗരതോവാ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവാ. നിങ്ങൾ യോഗം അഭ്യസിച്ചാലും ശരി, ഭോഗങ്ങൾ അനുഭവിച്ചാലും ശരി, വീട്ടംഗങ്ങളോടുകൂടി ഇരുന്നാലും ശരി, എല്ലാം വിട്ട് സന്യസിച്ചാലും ശരി, യസ്യ ബ്രഹ്മണി രമതേ ചിത്തം, നിങ്ങളുടെ മനസ്സ് പരബ്രഹ്മത്തിൽ രമിക്കുമെങ്കിൽ നന്ദതി നന്ദതി നന്ദത്യേവാ നന്ദതി നന്ദതി നന്ദത്യേവാ. എല്ലാ സമയത്തും നിങ്ങൾ യു ഷുഡ് ഓൾവേസ് ബി ഡിലൈറ്റ്ഫുൾ, cheerful. You should always be in a continuous revelry. Exult, exult, delight, excel. ഇതാണ് നമുക്ക് ആവശ്യം. ഒരിക്കലും നമുക്കൊരു മാറ്റം വരേണ്ട ആവശ്യമില്ല. ഇത് അറിയുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഞാൻ ഈ പറയുന്ന അദ്വയജ്ഞാനമുണ്ടല്ലോ, ഈ അദ്വയജ്ഞാനമാണ്. അറിവുള്ളവർ പറയണു, സൂതൻ പറയുകയാണ് ചുറ്റുമുള്ളവരോട്, അങ്ങ് വേദേതിഹാസ പുരാണങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ എല്ലാറ്റിൻ്റെയും രഹസ്യം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, അറിവുള്ളവർ പറയണു, ഒരു സംശയവുമില്ല, അദ്വയജ്ഞാനമാണ് എല്ലാറ്റിൻ്റെയും രഹസ്യം. നമുക്കുള്ള ജ്ഞാനം അദ്വയമായി തീരുമ്പോൾ അദ്വയജ്ഞാനമായി. ആ അദ്വയജ്ഞാനമാണ് എല്ലാറ്റിൻ്റെയും രഹസ്യം, സത്യം, ഉള്ളടക്കം. ആ അദ്വയജ്ഞാനത്തെയാണ് ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും പറയുന്നത്. നിങ്ങൾ പറയുന്ന ഭഗവാൻ എന്താ? പുറമേ മേഘത്തിന്റെ അപ്പുറത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചതുർഭുജധാരിയോ, അല്ല കപാലധാരിയോ, അല്ലെങ്കിൽ പോത്തിൽ സഞ്ചരിക്കുന്നവനോ, അങ്ങനെ ഒരാളാണോ? അല്ല, അല്ല. അദ്ദേഹം വാസ്തവത്തിൽ അദ്വയജ്ഞാനമാണ്. ജ്ഞാനം കുടികൊള്ളുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉള്ളിലാണ്, 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 ഉള്ളിലാണ്. നിങ്ങളുടെ മനസ്സിലിപ്പോ ദ്വയജ്ഞാനം, രണ്ടെന്നുള്ള ജ്ഞാനമാണ്. അത് ഒന്നായി തീർന്നാൽ അത് തന്നെയാണ് ഭഗവാൻ, അത് തന്നെയാണ് ആത്മ, അത് തന്നെയാണ് ബ്രഹ്മം, അത് തന്നെയാണ് ബ്രഹ്മം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് പറയുന്നു? ഏതദ് വിദ്വാൻ മധുദിതം ജ്ഞാനവിജ്ഞാന നൈപുണം ന നിന്ദതി നച സ്തൗതി ലോകേ ചരതി സൂര്യവത്. കേൾക്കണുണ്ടോ നിങ്ങള്? ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഫിലോസഫിയാണ്, ദാർശനികമാണ്, ദാർശനിക ശാസ്ത്രമാ പറഞ്ഞത്. ഇതെന്തിനു പറയണു? ഏതത് വിദ്വാൻ, ഈ സത്യം നല്ല പോലെ മനസ്സിലാക്കി ആ അറിവുള്ളവൻ എന്തു വേണം? മധുദിതം, ഞാൻ ഉദ്ധവന് പറഞ്ഞു തരുന്നത് ഉദ്ധവൻ മനസ്സിലാക്കി. അതുപോലെ ഇത് ആരെങ്കിലും എഴുതി വെച്ച് സത്രശാലയിൽ നൈമിഷാരണ്യത്തിൽ ഭൂമാനന്ദ സ്വാമി പറയുന്നുണ്ടെങ്കിൽ അതും കേട്ട് മനസ്സിലാക്കി എന്തു വേണം?
ഏതദ്വിദ്വാൻ മധുദിതം ജ്ഞാന വിജ്ഞാന നൈപുണം. ഒരു ഭാഗത്ത് ജ്ഞാനം, ആ ജ്ഞാനത്തെ തന്നെ അനുഭവസിദ്ധമാക്കുമ്പോൾ അത് വിജ്ഞാനമായി. ആ ജ്ഞാനവിജ്ഞാനം എന്ന് പറയുന്ന നിഷ്ഠ മാത്രമായി സ്വീകരിച്ച് ന നിന്ദതി നജസ്തൗതി. കേൾക്കുന്നുണ്ടോ? പിന്നെ മിണ്ടരുത്, മിണ്ടരുത്, വിരല് ചൂണ്ടരുത്, ഒരാളെ നിന്ദിക്കരുത്, ഒരാളെയും അനാവശ്യമായി സ്തുതിക്കും വേണ്ട. നിങ്ങളുടെ മനസ്സ് സമസമുദ്ര സമ്പൂർണമാവട്ടെ. ന നിന്ദതി നചസ്തൗതി ലോകേ ചരതി. പിന്നെ വീട്ടിലല്ല ഇരിക്കേണ്ടത്, നാട്ടിൽ സഞ്ചരിക്കണം, ലോകത്ത് സഞ്ചരിക്കണം. സൂര്യവത്, സൂര്യനെ പോലെ. എന്താ ഈ സൂര്യനെ പോലെ? ഒരേ സൂര്യപ്രകാശത്തിൽ ആരാരെല്ലാം എന്തെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, പൊട്ടപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഈ സൂര്യപ്രകാശത്തിലാണ് പടക്കോപ്പുകൾ ഉണ്ടാക്കുന്നത്, അത് മനുഷ്യരെ കൊല്ലാനാ. ഇതിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത്, നെല്ല് വിളയിക്കുന്നത്, പലതും ഇവിടെയാ. ആ സൂര്യൻ എല്ലാറ്റിനും പ്രകാശകിരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൽ പലരും പല പ്രവൃത്തികളും ചെയ്യുന്നു. അതേമാതിരി നിങ്ങളും എല്ലാറ്റിനെയും മനസ്സാ അനുവദിച്ചുകൊണ്ട്, ഒന്നിലും മനസ്സിനെ പുണ്ണാക്കാൻ അനുവദിക്കാതെ, ഒന്നിനെയും കണ്ട് ഭ്രമിക്കാതെ, ആപ്തകാമനായി, ആത്മാരാമനായി, ഉള്ളാനന്ദഭരിതനായി, ആത്മാഹ്ലാദ നിർഭരതയോടുകൂടി അങ്ങനെ ഊളയിട്ട് 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 സഞ്ചരിക്കുക. ഊളയിട്ട് സഞ്ചരിക്കുക. അതിലൊരു കുറവും വരുത്തരുത്. അതിന് നമുക്ക് നമ്മുടെ ഹൃദയമേ വേണ്ടൂ, മനസ്സേ വേണ്ടൂ, ബുദ്ധിയെ വേണ്ടൂ. അമൂല്യമായിരിക്കുന്ന ഈ ശാസ്ത്ര സമ്പത്തെ നമുക്ക് വേണ്ടൂ. അത് വിളമ്പി തരുന്നുണ്ടല്ലോ ഇവിടെ. ഞങ്ങൾ അടിച്ച് വിതരണം ചെയ്തു. 3500 കോപ്പിയോ മറ്റും വിതരണം ചെയ്തിട്ടുണ്ട്. എന്ത്? ശ്രീകൃഷ്ണൻ പറഞ്ഞ ഉപദേശം, ആദ്യത്തെ 50 ശ്ലോകങ്ങൾ. അതിൽ 50 ശ്ലോകവും ഞാൻ ഇന്ന് എടുത്തു. ഈ സദസ്സ് മുഴുവനും കുലുങ്ങി കുലുങ്ങി ചൊല്ലിയത്. ഓരോ പദങ്ങളും ഓരോ പാദങ്ങളും 4 തവണ ചൊല്ലി. ഒരു തവണ ചൊല്ലിയത് കേട്ടു, ആവർത്തിച്ചത് പിന്നെയും ആവർത്തിച്ച് ചൊല്ലി. അങ്ങനെ ഒരു 5-8 തവണ ഓരോ വരിയും ചൊല്ലിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ശ്രീമദ് ഭാഗവതം സ്വായത്തമായി കഴിഞ്ഞു, അവരുടേതായി കഴിഞ്ഞു. അത് അവർ പഠിച്ചു. അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബങ്ങളിൽ ശ്രീമദ് ഭാഗവതം, പ്രത്യക്ഷ കൃഷ്ണനായിരിക്കുന്ന ഭാഗവതം പ്രവേശിച്ചു. ഇതിലേറെ നിങ്ങൾക്ക് സമ്പത്ത് എന്താ വേണ്ടത്? വൈകുണ്ഠമിതാ ഇറങ്ങി വന്നിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ. ആ വൈകുണ്ഠത്തിന് നിങ്ങൾ സ്വകീയമാക്കി സാക്ഷാത്കരിച്ച് അത് സ്വന്തം സമ്പത്തായി നടക്കൂ. ഇന്നു മുതൽക്ക് നിങ്ങൾ ഭൂനിവാസികളല്ല, വൈകുണ്ഠ നിവാസികളാണ്. ഭൂനിവാസികളല്ല, വൈകുണ്ഠവാസികളാണ് നിങ്ങൾ. അങ്ങനെ എല്ലാവർക്കും ഒരു പുതിയ അഡ്രസ്സും ഒരു പുതിയ മേൽവിലാസവും ഒക്കെ ആയി ഭക്തശിരോമണികളായി ഈ ലോകത്തെ നിങ്ങൾ അലങ്കരിക്കൂ, ധന്യമാക്കൂ, അനുഗ്രഹിക്കൂ. ഇതാണ് ആഹ്വാനം. ഏതദ്വിദ്വാൻ മധുദിതം ജ്ഞാന വിജ്ഞാന നൈപുണം ന നിന്ദതി നജസ്തൗതി ലോകേ ചരതി സൂര്യവത്. കേൾക്കണുണ്ടോ? നിങ്ങൾ കേൾക്കണുണ്ടോ കൂട്ടരെ? ഇന്ന് എനിക്കൊന്ന് സമാധാനിക്കാൻ പറ്റുമോ? സൂര്യനെ പോലെ സഞ്ചരിക്കണം. നമുക്ക് വീടൊരു ബന്ധമല്ല, കുടുംബാംഗങ്ങൾ ഒരു ബന്ധമല്ല, ഉണ്ടായ കുട്ടികൾ ഒരു ചങ്ങലയല്ല, ഉള്ള സമ്പത്ത് ഒരു ചങ്ങലയല്ല. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് നമുക്കും ചെലവാക്കും നമ്മൾ, ബാക്കിയുള്ളവർക്കും കൊടുക്കും. ആവശ്യം വരുമ്പോൾ ആ കൊടുക്കുന്നതിൽ നമുക്ക് സന്തോഷം കൂടുതലാണ്, കുറവല്ല. നാം സമ്പാദിക്കുമ്പോൾ, നാം അനുഭവിക്കുമ്പോൾ നമുക്ക് മാത്രം സന്തോഷം. വേറൊരാൾക്ക് അനുഭവിക്കാൻ കൊടുത്ത അയാൾ അനുഭവിക്കുമ്പോഴോ അയാളുടെ സന്തോഷം കാണുന്നതൊരു സന്തോഷം. അപ്പൊ സ്വയം സന്തോഷം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു, സന്തോഷം സ്ക്വയറായി തീരുകയാണ്, ഇരട്ടിയായി തീരുക. അങ്ങനെ പരമസന്തുഷ്ടരായി നിങ്ങളെല്ലാവരും വാഴണം എന്നാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ പേരിൽ ഭൂമാനന്ദ സ്വാമിജിക്ക് നിങ്ങളോട് പറയാനുള്ളതും ആഹ്വാനം ചെയ്യാനുള്ളതും നിർബന്ധിക്കാനുള്ളതും. ഞാൻ ഈ ശാസ്ത്രത്തിനെ കാണുന്നത് എങ്ങനെയാന്ന് കൂട്ടരെ ഞാൻ എങ്ങനെയാ വിവരിക്കുക? ഈ ശാസ്ത്രം അമൂല്യമാണ്. ഇതിന്റെ ഒരു കഷ്ണം പോലും, ഒരു പദം പോലും മതി. സ്വാദു സ്വാദു പദേ പദേ സ്വാദു സ്വാദു ദിനേ ദിനേ. ഒരേ പദം തോറും അത് രുചികരമാണ്, കൂടുതൽ രുചികരം, സ്വാദിഷ്ടം. ഒരേ ദിവസം ചെല്ലുന്തോറും അത് കൂടുതൽ കൂടുതൽ സ്വാദിഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല എനിക്ക്. 10ാമത്തെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിലെ
ഒട്ടാകെ 10 ദിവസമുള്ളതിൽ 9-ാം ദിവസത്തെ തത്വപ്രവചന പരമ്പരയിൽ അവസാനത്തെ സമാപന തത്വപ്രവചനമാണ് ഭൂമാനന്ദ സ്വാമിജി ഇതാ നിർവഹിക്കുന്നത്. സാധാരണ എന്നോട് സംസാരിക്കാൻ സംഘാടകർ പറയുന്നത് 3 മണിക്കാണ്. ഞാൻ അത് 3 മണി വിട്ട് അവസാനം തന്നെ സംസാരിക്കാം, ഒരു പരിസമാപനമല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ ഭക്തജനങ്ങളാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ എനിക്ക് മാനസപുത്രന്മാരും പുത്രിമാരുമാണ്. നമുക്ക് ശാരീരികം അരക്കെട്ടിൽ നിന്ന് ജനിച്ച കുട്ടികളെ എനിക്കില്ലല്ലോ, കല്യാണം കഴിച്ചിട്ടുമില്ല, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പം നമുക്ക് മാനസപുത്രന്മാരും പുത്രിമാരുമാണ് നിങ്ങളെല്ലാവരും. അപ്പം അവരോട് ഞാൻ തന്നെ ഒന്ന് സംസാരിക്കാം. കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞ മാതിരി, അഷ്ടാവക്ര മഹർഷി ജനകനോട് പറഞ്ഞ മാതിരി, വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് പറഞ്ഞ മാതിരി അതേമാതിരി പറയാം എന്ന് വിചാരിച്ച് ഈ സമയത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പ്രായണ ഈ സമയത്ത് ആൾക്കാർ കുറച്ച് കുറയും. തുടങ്ങിയപ്പോൾ കുറവായിരുന്നു, ഇപ്പം തരക്കേടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള സംസാരം വരുമ്പോൾ നിങ്ങൾ മുടങ്ങരുത്, ബാക്കിയൊക്കെ മുടക്കി ഇവിടെ വരണം. അങ്ങനെയുള്ളൊരു മനസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ വെറുതെ എൻ്റെ ആശ്രമത്തിൽ ഇരുന്നാൽ ഒരുപക്ഷെ ഇതൊന്നും പറയില്ല. ഞങ്ങളുടെ ആശ്രമത്തിലും സംസാരിക്കുന്നുണ്ട് കേട്ടോ. 2 ആയാലും 20 ആയാലും 200 ആയാലും ഞാൻ അവിടെയും സംസാരിക്കാറുണ്ട്. പക്ഷെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ശരീരത്തിന് വിഷമമൊക്കെ ഉണ്ടെങ്കിലും ആ വിഷമമൊക്കെ അങ്ങോട്ട് മാറി നിന്നിട്ടാണ് ഇവിടെ വരുന്നത്. 10 ദിവസം ഒരേ മാതിരി ഇങ്ങനെ വന്നു പോവാൻ എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ശരീരത്തിന് 80 വയസ്സായി. എന്നാലും എൻ്റെ നടത്തത്തിനും പോക്കിനും വരവിനും ഒന്നും വലിയ മാറ്റം കാണില്ല. ഇത്തിരി വേഗതയുള്ള ആളാണ് ഞാൻ സ്വതവേ. എൻ്റെ കൂടെ ജോലി ചെയ്യാൻ പലർക്കും വിഷമമാണ്. സ്വാമിജിയുടെ സ്പീഡിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും വേഗത കുറയരുത് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഏതദ് വിദ്വാൻ മധുദിതം ജ്ഞാനവിജ്ഞാന നൈപുണം ന നിന്ദതി നജസ്തൗതി ലോകേ ചരതി സൂര്യവത്. അപ്പൊ ഇന്ന് മുതൽക്ക് നിങ്ങളെല്ലാവരും സൂര്യനെ പോലെ വേണം, സർവഗ്രാഹികളായി സഹൃദയന്മാരായി എല്ലാറ്റിനെയും ഗ്രസിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് മനസ്സ് വികസിതമായി നിങ്ങളെല്ലാവരും സന്തോഷമായി സൗഭാഗ്യത്തോടുകൂടി സാഫല്യദീപ്തിയോടുകൂടി ആപ്തകാമന്മാരായി ജീവിക്കണം. നിങ്ങളങ്ങനെയൊക്കെ ചെയ്യോ? വെരി ഗുഡ്. ഇതിലധികം സമ്മാനം എന്താ വേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മുടെ സത്രശാലയും 11ാമത്തെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രവും സത്രസമിതിയും എല്ലാവർക്കും ധാരാളം കൃതാർത്ഥതയ്ക്കും ചാരിതാർത്ഥ്യത്തിനും സാഫല്യത്തിനും ധാരാളം വകയായി. നമുക്ക് ഈ പ്രോഗ്രാം ബാക്കിയുള്ളത് തുടർന്ന് നടത്താം. ഇന്ന് നിങ്ങളെല്ലാവരും ഓർമ്മ വയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പൂ നന്നാക്കാനുള്ള ആൾക്കാർ സമയത്തിന് വരണം. ഈ പുസ്തകം കൃഷ്ണൻ ബന്ധമോക്ഷ ചെപ്പ് തുറന്നപ്പോൾ എന്നൊരു പുസ്തകമാണിത്. ഇതിൽ ശരിയായിട്ട് കൃഷ്ണൻ നേരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ആ വിഷയവിവരം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ബന്ധനം ബന്ധനം എന്ന് പറഞ്ഞ് പലരും പുലമ്പുന്നുണ്ടല്ലോ, അതൊന്ന് നിങ്ങൾ നോക്കണം എന്താണെന്നുള്ളത്. ഇതിൽ മുഖവുരയായി ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതും രസകരവുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ആദ്യം എഴുതിയിട്ടുള്ളത് ബോധല രാജധാനിയിലെ നാമകരണോത്സവം എന്ന്. ബോധലം എന്ന് പറയുന്ന രാജധാനിയിൽ നാമകരണോത്സവം ഒരു രാജകുമാരന്. അതാണ് ഒരു ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നത്. എടുത്തു വായിച്ചു നോക്കേണ്ടതാണ്. ആ നാമകരണോത്സവത്തെ പോലെയാണ് നമ്മൾ ബന്ധമോക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞു നടക്കുന്നത് എന്ന്. അത് കഴിഞ്ഞാൽ ഈ പുസ്തകത്തിലെ ഉള്ളടക്കം അത് വിപുലമായി ഓരോരോ അധ്യായങ്ങൾ ശ്ലോകം കൊടുത്ത് അന്വയം കൊടുത്ത് അന്വയാർത്ഥം കൊടുത്തതിന് ശേഷം അതിന് മൂല്യനിർവചനം നടത്തി കമൻട്രി എഴുതിക്കൊണ്ട് പോകുന്നതാണ് ഓരോ ശ്ലോകത്തിനും. അത് കഴിഞ്ഞ പുസ്തകം മുതൽക്ക് ഏകാദശം മുതൽക്ക് അതിലുണ്ട്. അതിൽ ഇത്തവണ എഴുതിയിട്ടുള്ള പ്രകാശന ചിന്തകൾക്കുള്ള പേര് ഭക്തഹൃദയം വിരിയിക്കുന്ന ആത്മകമലം. കേട്ടോ നിങ്ങൾ? ഭക്ത ഹൃദയം വിരിയിക്കുന്ന ആത്മകമലം. അപ്പൊ ഭക്തന്റെ ഹൃദയത്തിൽ വിരിയുന്നതാണ് നമ്മുടെ പരമാത്മാ എന്ന് പറയുന്ന താമരപ്പൂവ്. അതിനെപ്പറ്റി കൃഷ്ണൻ ധാരാളം പലതുമായി പറഞ്ഞിട്ടുണ്ട്. അതിന് നല്ല ഒരു മുഖവുരയാണിത്, ഒരു പ്രകാശന ചിന്തയാണ്. 10, 18, 20 പേജ് നീണ്ടു നിൽക്കുന്നതാണ്. ഇത് നിങ്ങൾ വായിച്ചാൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാവും. 10, 11, 12, 13, 10, 11, 12, 13, 14 5 അധ്യായമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതിന് മുൻപ് എഴുതിയതും ഏതാണ്ട് 5, 4 അധ്യായമാണ്. ഇങ്ങനെ ഒരു പക്ഷേ 2, 3 പുസ്തകം കൂടി എഴുതേണ്ടി വരും ഏകാദശം മുഴുവനാവാൻ വേണ്ടി. ഇത് എഴുതുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കിത് കേട്ട് അങ്ങനെ പോയാൽ പോരാ, ഇത് വായിച്ച് ഗ്രഹിക്കാനും പഠിക്കാനുമുള്ള ഒരു സൗകര്യം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ്. ഒരുവിധം മലയാളം വായിക്കുന്നവർക്കെല്ലാം വായിച്ച് ഗ്രഹിക്കാനുണ്ടാവും.
പിന്നെ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഏത് പുസ്തകം വായിച്ചാലും നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളെ അതിലുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങളുടെ അറിവ് എങ്ങനെയാണ് വികസിക്കുക? അപ്പം നിങ്ങൾക്ക് അറിയുന്ന വാക്ക് 100-ന് 90 ഉണ്ടെങ്കിൽ 10 ഉണ്ടെങ്കിലും പുതിയ വാക്ക് വേണം. അപ്പോഴല്ലേ നിങ്ങളുടെ അറിവ് വികസിക്കുള്ളൂ. അങ്ങനെ ഭാഷ കൊണ്ടും പദം കൊണ്ടും ഒക്കെ വളരെ ഗ്രഹിക്കാനുള്ള ഒരു എഴുത്താണത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് അടുത്ത് തന്നെ പബ്ലിഷ് ചെയ്യണം എന്നുള്ള അഭിപ്രായമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് താൻ തന്നെ സത്യം അഹം ബ്രഹ്മാസ്മി എന്നാണ്. കുറച്ച് 2-3 കൊല്ലമായി ഞാനത് തർജ്ജമ ചെയ്ത് എഴുതി വെച്ചിട്ട്. ആ പുസ്തകം കൂടി പുറത്തു വന്നാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആവും. വേദാന്ത ജീവിതം എന്നുള്ളതിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പബ്ലിഷ് ചെയ്യാം. ഈ ഓരോരോ പുസ്തകവും പബ്ലിഷ് ചെയ്യാൻ വളരെയധികം ചെലവുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് എത്രയാണെന്നറിയില്ല. 60, 70, 80,000, 1,00,000ഒക്കെയാണ് ഒരു പുസ്തകം 12,000 കോപ്പി അടിക്കണമെങ്കിൽ വേണ്ടി വരിക. അപ്പോൾ ഈ പുസ്തകം ഇങ്ങനെ എഴുതി തയ്യാറാക്കിയത് നിങ്ങളൊക്കെ വായിച്ചാലേ ഈ എഴുതിയതിനുള്ള പ്രയോജനം അച്ചടിച്ചതിനുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും മനസ്സിലാക്കി ചിലതൊക്കെ വാങ്ങി നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് ചങ്ങാതിമാർക്കൊക്കെ ഒന്ന് സമ്മാനം കൊടുക്കുക. ഇതൊക്കെ ചെയ്യാം. ഞാനിനി നിർത്തുന്നു. എൻ്റെ കയ്യിൽ ഇവിടെ 2 പുസ്തകത്തിൻ്റെ പേരും കൂടി കൊണ്ടു നിന്നുണ്ട്. ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടാവും. ഇത് നമ്മുടെ ആശ്രമത്തിൽ മാജി ഇന്നലെ സംസാരിച്ചുവല്ലോ. അവരുടെ സന്യാസം എടുക്കുന്നത് വരെയുള്ള ജീവചരിത്രം ഇംഗ്ലീഷിൽ എഴുതിയതാണ്. ഇതിൻ്റെ ഒരു മലയാള ഭാഷ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഇൻ ദ കമ്പനി ഓഫ് മൈ ലോർഡ്. ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക് ഇറ്റ് സെൽഫ് tells you very clearly what is the content and message written here. It enables you to understand how to live keeping God in your own company. Don't keep him outside. Don't keep him in any way distant to you. Bring him to your heart, and you and he should be hand in gloves with each other. അങ്ങനെ ജീവിക്കാൻ ഒരു വഴി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ട് എന്ന് മാ ഗുരുപ്രിയ അവരുടെ അനുഭവത്തെ ഉദാഹരണപ്പെടുത്തി ഭംഗിയായി വെളിപ്പെടുത്തി നല്ല ഭാഷയിൽ, ലളിത ഭാഷയിൽ പറഞ്ഞു തരുന്നു. ഈ മുക്തിസുധാകരം DVD-കളുണ്ടല്ലോ, അതും നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതാ കർത്തവ്യമസ്ഥി നമേഘന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതത സുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ. തദ്ദൈവമേവ മമ സർവമഹം തദേവ. ഹരി ഓം, ഹരി ഓം. എല്ലാവരും കൂടി കൂട്ടായി ഒരു സമാപന ഓങ്കാര ജപം തപസ്, അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം. എല്ലാവരും വേണ്ടതുപോലെ ഇരുന്നോളൂ. ഓ ഹരി ഓം തസ്. ജയ ഗുരു.